Good morning, all of you. Good morning. Today we are going to learn social studies. Okay? All of you take textbook page number 322. Okay? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോറി ഓഫ് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു. എന്തിൻ്റെയൊക്കെ സ്റ്റോറിയാണ് നമ്മൾ പഠിച്ചത്? പറഞ്ഞേ, എന്തിൻ്റെയൊക്കെ സ്റ്റോറി പഠിച്ചു? സ്റ്റോറി ഓഫ് നമ്പേഴ്സ്. പിന്നെ എന്താണ്? സ്റ്റോറി ഓഫ് റൈറ്റിംഗ്. അല്ലേ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ടെക്സ്റ്റ് റീഡ് ചെയ്തോ? റെഡി ചെയ്തോ? ഓക്കെ. ഇത് നമ്മൾ പേപ്പറിന്റെ സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഒരു സ്റ്റോറി ഓഫ് പേപ്പർ. എങ്ങനെയാണ് പേപ്പർ വന്നത് എന്നുള്ളത്, അല്ലേ? അതിന്റെ കണ്ടുപിടുത്തം എങ്ങനെയാണ്, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ദ സ്റ്റോറി ഓഫ് പേപ്പർ. അപ്പൊ എല്ലാവരും റെഡിയായിട്ടിരിക്കുവാണല്ലോ പഠിക്കാനായിട്ട്? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദ സ്റ്റോറി ഓഫ് പേപ്പർ. The credit of making paper goes to China. The Chinese put old rags in water for a long time and then pulped them. This art of making paper spread to Baghdad and from there to the western countries. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ പേപ്പറിന്റെ സ്റ്റോറി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. The credit of making paper goes to China. പേപ്പർ ഉണ്ടാക്കുന്നതിൽ അതിന്റെ ഫസ്റ്റ് ക്രെഡിറ്റ് ആർക്കാണ് പോകുന്നത് പറഞ്ഞിരിക്കുന്നത്? ചൈനക്കാർക്കാണ്, അല്ലേ? ചൈനയിലാണ് ഫസ്റ്റ് പേപ്പറിന്റെ ഒരു കണ്ടുപിടുത്തം, പേപ്പറിന്റെ ആവശ്യം എന്നതിനെ കുറിച്ച് വന്നത്. അപ്പോ പേപ്പറിന് ഉള്ള ക്രെഡിറ്റ്, അല്ലേ? പേപ്പർ മേക്ക് ചെയ്തതിന്റെ ക്രെഡിറ്റ് ആർക്കാണ് പോയിരിക്കുന്നത്? ചൈനക്കാർക്കാണ്, അല്ലേ? The Chinese put all the rags in water for a long time and then pulped them. എന്താ പറഞ്ഞത്? ചൈനക്കാർ എന്താ ചെയ്തത്? അവരുടെ പഴയ തുണി കഷ്ണങ്ങളൊക്കെ എന്ത് ചെയ്യും? വാട്ടറിൽ കുറേ നാളത്തേക്ക് വാട്ടറിൽ എന്ത് ചെയ്യും? ഇട്ട് വെച്ചിരിക്കും. അതിനുശേഷം അത് എന്ത് ചെയ്യും? അതിന്റെ പൾപ്പായിട്ട്, അല്ലെ, അതിനെ എന്ത് ചെയ്യും? പൊടിച്ച് എടുക്കും. This art of making paper spread to Baghdad and from there to the western countries. അല്ലേ? അങ്ങനെ പേപ്പർ നിർമ്മിക്കുന്ന ആർട്ട്, അല്ലേ? ഒരു ആർട്ട് എവിടെ നിന്നും എങ്ങോട്ടേക്ക് പോയി? ബഗ്ദാദിൽ നിന്നും വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോയി. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ പേപ്പറിന്റെ മേക്കിംഗ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? ചൈനയിലാണ്, അല്ലേ? അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്തു? അവരുടെ പഴയ തുണികഷ്ണങ്ങളൊക്കെ എന്ത് ചെയ്തു? വെള്ളത്തിലിട്ട് അതിനെയാണ് എന്താക്കി മാറ്റിയത്? പേപ്പറാക്കി മാറ്റിയത്, അല്ലേ? അപ്പം അവിടെ നിന്നും ഈ പേപ്പറിന്റെ ഉപയോഗം, അല്ലെ, പേപ്പറിന്റെ കണ്ടുപിടുത്തം എങ്ങോട്ടേക്കും വ്യാപിച്ചു? വെസ്റ്റേൺ കൺട്രീസിലേക്കും പോയി. About 4,000 years ago, the ancient Egyptians made paper with the stem of a grass plant reed called papyrus. The name paper is derived from papyrus. Today, almost all the paper used is made from wood pulp mixed with the china clay and other substance. എന്താ പറഞ്ഞിരിക്കുന്നത്? 4000 വർഷങ്ങൾക്ക് മുമ്പ്, about 4,000 years ago, the ancient Egyptians made paper with the stem of a grass plant called papyrus. അല്ലേ? 4000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലുള്ള ആളുകൾ എന്താ ചെയ്തതെന്ന് അറിയാമോ? അവർ എങ്ങനെയാണ് പേപ്പർ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്? നോക്കിക്കേ, with the stem of a grass plant, അല്ലേ? ഒരു പുൽച്ചെടിയുടെ സ്റ്റെം, അല്ലേ? അതിന്റെ തണ്ട് ഉപയോഗിച്ചിട്ട് ആണ്, അല്ലേ? അതിനെ എന്തെന്നാ വിളിക്കുക? പാപ്പറസ്. എന്താണ് പാപ്പറസ്? എങ്ങനെയാ? നോക്കിക്കേ, PAPYRUS. ഓക്കെ, ഈജിപ്തിലുള്ള, അല്ലേ? ഈജിപ്തിലുള്ള ആളുകൾ എന്താണ് ചെയ്തത്? ഒരു ഗ്രാസ് പ്ലാന്റിന്റെ സ്റ്റെം, അല്ലേ? അതിനെ എന്തെന്ന് വിളിച്ചു? പാപ്പറസ്. The name paper is derived from papyrus. അല്ലേ? നമ്മൾ ഇന്ന് പേപ്പർ എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നത്? ഈ പാപ്പറസ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പേപ്പർ എന്ന് പറയുന്ന ഒരു ടേം, അല്ലേ? വന്നത് എവിടെ നിന്നാണ്? ഈ പാപ്പറസ് എന്നറിയപ്പെടുന്ന ഈ ഒരു വേർഡിൽ നിന്നാണ് പേപ്പർ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഈ ഒരു വേർഡ് എന്ത് ചെയ്തത്? ഡിറൈവ് ചെയ്ത് വന്നത്. Today, almost all the paper used is made from wood pulp mixed with china clay and other substance. എന്താ പറയുന്നത്? നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പേപ്പർ എന്തുകൊണ്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്? നോക്കിക്കേ, പേപ്പർ is made from wood pulp, അല്ലേ? വുഡിന്റെ പൾപ്പാണ്, അല്ലേ? തടിയുടെ പൾപ്പ് എന്ത് ചെയ്യുന്നു? മിക്സ്ഡ് വിത്ത് ചൈന ക്ലേ. ചൈന ക്ലേയുമായിട്ട് എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? കളിമണ്ണ് കൊണ്ട് എന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്യുന്നു. അതിന്റെ കൂടെ മറ്റുള്ള സബ്സ്റ്റൻസ് കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? പേപ്പർ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ഇന്ന് ഉപയോഗിക്കുന്ന പേപ്പർ എന്തൊക്കെയാണ്? കൂടുതൽ പേപ്പർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? വുഡ് പൾപ്പ് mixed with the china clay and other substances.
ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ പേപ്പർ അല്ലേ, പേപ്പറിന്റെ മേക്കിന്റെ ക്രെഡിറ്റ് ഫസ്റ്റ് ആർക്കാണ്? ചൈനക്കാർക്കാണ് അല്ലേ. അവിടെ നിന്നാണ് പേപ്പറിന്റെ കഥ ആരംഭിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പേപ്പർ എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നത്? പാപ്പറസ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിൽ നിന്നാണ് പേപ്പർ എന്ന് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഈ ഒരു വേർഡ് എന്ത് ചെയ്തിരിക്കുന്നത്? മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ, അപ്പൊ പേപ്പറിന്റെ കഥ മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് സ്റ്റോറി ഓഫ് പ്രിന്റിംഗ്. പ്രിന്റിംഗിന്റെ സ്റ്റോറിയാണ് അല്ലേ. നമുക്കറിയാം നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇന്നത്തെ ഒരു കാലത്ത്? പ്രിന്റ് ചെയ്തെടുക്കാറുണ്ട് അല്ലേ. ടെക്സ്റ്റ് ആയാലും പേപ്പർ ആയാലും എന്ത് ചെയ്യുന്നു? പ്രിന്റ് ചെയ്യുന്നു അല്ലേ. അതിന്റെ സ്റ്റോറി എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നോക്കി, ബൈ 12th century പേപ്പർ റീച്ച്ഡ് യൂറോപ്പ് അല്ലേ. പേപ്പർ എന്ത് ചെയ്തു? 12ാമത്തെ സെഞ്ചുറി ആയപ്പോൾ അല്ലേ, 12th century ആയപ്പോൾ പേപ്പർ എവിടെ വന്നു? എത്തിച്ചിരുന്നു? യൂറോപ്പിൽ വന്ന് എത്തിച്ചിരുന്നു. People in ancient times used clay tablets, leaves and skins of animals, parchment as paper and used pointed pen-shaped tools, quills, etc. As pens, later people began writing on paper. അല്ലേ, പേപ്പറിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷം അല്ലേ ഈ പേപ്പർ 12th century ആയപ്പോൾ എവിടെ എത്തി? യൂറോപ്പിൽ എത്തി അല്ലേ. നമ്മൾ എങ്ങനെയാണ് പേപ്പർ യൂസ് ചെയ്യുന്നത്? അതിൽ റൈറ്റ് ചെയ്യാനുണ്ടല്ലേ. നമ്മൾ റൈറ്റിംഗിന്റെ സ്റ്റോറി പറഞ്ഞേ. പണ്ടുള്ള ആളുകൾ അവര് അവരുടെ ടൂൾസും കാര്യങ്ങളും ഉപയോഗിച്ച അവരുടെ കേസിലായിരുന്നു അവരുടെ ആശയങ്ങളും ഒക്കെ എന്ത് ചെയ്തിരുന്നു? കുറിച്ചിട്ടിരുന്നത് അല്ലേ. അതിനുശേഷം നമ്പേഴ്സ് കണ്ടുപിടിച്ചു അല്ലേ. അത് എന്ത് ചെയ്തിരുന്നില്ല? എഴുതി വെച്ചിരുന്നില്ല അല്ലേ. അത് ഗുഹകളിലും മറ്റുമായിട്ട് എന്ത് ചെയ്തിരുന്നത്? അവര് ആലേഖനം ചെയ്തിരുന്നു അല്ലേ. ഇപ്പോൾ എന്ത് കണ്ടുപിടിച്ചു? പേപ്പർ കണ്ടുപിടിച്ചു അല്ലേ. അപ്പം അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എഴുതാനായിട്ട് പറ്റും അല്ലേ. അപ്പം അതിനെ കുറിച്ചിട്ടാണ്, പ്രിന്റിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. People in ancient times used clay tablets അല്ലേ. ഏൻഷ്യന്റ് ടൈമിലുള്ള ആളുകൾ അവർ എന്താണ് യൂസ് ചെയ്തിരുന്നത്? ക്ലേ ടാബ്ലറ്റ്സ് ആണ്, കളിമൺ കൊണ്ടുണ്ടാക്കിയ പലകകൾ. കണ്ടോ, നിങ്ങൾ പിക്ചർ കണ്ടോ? എന്താണ് ക്ലേ ടാബ്ലറ്റ്സ്? പിന്നെന്താണ്? ലീവ്സ് അല്ലേ, നമ്മുടെ പ്ലാന്റ്സിലെ ലീവ്സ്, ഇലകൾ. പിന്നെന്താണ്? ആൻഡ് സ്കിൻസ് ഓഫ് ആനിമൽസ് അല്ലേ, ആനിമൽസിന്റെ സ്കിന്നുകൾ അല്ലേ. പണ്ട് ഗുഹകളിലും മറ്റുമായിരുന്നു എഴുതിയിരുന്നത് അല്ലേ, അവർ ആശയങ്ങളും മറ്റും. അപ്പോൾ അത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ എന്തൊക്കെയാണ് യൂസ് ചെയ്തത്? ക്ലേ ടാബ്ലറ്റ്സ്, പിന്നെന്താണ്? ലീവ്സ്, പിന്നെന്താണ്? ആനിമൽസിന്റെ സ്കിൻ അല്ലേ, മൃഗങ്ങളുടെ സ്കിന്നുമാണ് അവരത് എഴുതി സൂക്ഷിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. And skins of animals as paper and used pointed pen-shaped tools. പിന്നീട് ഇതിന് വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്തത്? പേപ്പറിന് പകരമായിട്ട് അവർ യൂസ് ചെയ്തതായിരുന്നു ഇതൊക്കെ എന്ന് പറയുന്നല്ലേ. അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിരുന്നു? ആൻഡ് യൂസ്ഡ് പോയിന്റഡ് pen-shaped tools. അതിൽ എഴുതുന്നതിന് വേണ്ടിയിട്ട് അവർ പോയിന്റഡ് ആയിട്ടുള്ള അല്ലേ പേനയെ പോലുള്ള ടൂൾസും മറ്റും അവർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്തൊക്കെയാണ്? quills, etc. As pens, later people began writing on paper. പിന്നീട് അവർ എന്ത് ചെയ്തു? പേപ്പറിലേക്ക് എഴുതാനായിട്ട് തുടങ്ങി. പണ്ട് കാലത്ത് അവര് എന്താണ് ചെയ്തത്? അവരുടെ ഇലകളിലും മൃഗങ്ങളുടെ സ്കിന്നിലും മറ്റും എഴുതിയതിനു ശേഷം പേപ്പറിന് കണ്ടുപിടുത്തതിനു ശേഷം അവർ എന്ത് ചെയ്തു? പേപ്പറിലേക്ക് എഴുതാനായിട്ട് തുടങ്ങി. People began using books written by hand, which was a slow process. It was very costly as well. Very few people were able to buy and read books. അല്ലേ, അപ്പോൾ പേപ്പർ കണ്ടുപിടിച്ചു, പേപ്പറിനൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? എഴുതാനായിട്ട് തുടങ്ങി അല്ലേ. അപ്പോൾ people began using books written by hand അല്ലേ, കൈകൊണ്ടായിരുന്നു പണ്ട് എഴുതിയിരുന്നത് അല്ലേ. അപ്പോൾ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ബുക്കുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. It was a slow process. പക്ഷെ അതെന്താണ്? നമുക്കറിയാം, നമ്മൾ കൈ കൊണ്ട് എഴുതുമ്പോൾ എന്താണ്? അതൊരു പതുക്കെ നടക്കുന്ന അല്ലേ, അതൊരു സ്ലോ പ്രോസസ് ആണ്, പയ്യെ നടക്കുന്ന ഒരു പ്രോസസ് ആണ് എന്ന് പറയുന്നത്. നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ കൈ കൊണ്ട് എഴുതുക എന്ന് പറയുന്നത് അല്ലേ. It was very costly as well അല്ലേ. അതോടൊപ്പം തന്നെ എന്താണ്? ധാരാളം പണം ചെലവാകുന്ന ഒരു കാര്യം കൂടിയാണ്. Very few people were able to buy and read books. വളരെ കുറച്ച് ആളുകൾ മാത്രമേ എന്ത് ചെയ്യുമായിരുന്നു? ഈ ബുക്കുകൾ വാങ്ങുകയും അതോടൊപ്പം എന്ത് ചെയ്യുമായിരുന്നു? വായിക്കുകയും ചെയ്യുകയുള്ളായിരുന്നു അല്ലേ. വളരെ കുറച്ച്, കാരണം എന്താണ്? വളരെ വിലയുള്ളതാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകൾ മാത്രമേ എന്ത് ചെയ്യുകയുള്ളായിരുന്നു? ബുക്ക് വാങ്ങുകയും അത് വായിക്കുകയും ചെയ്യുമായിരുന്നു. നോക്കിക്കേ, ഹാൻഡ് റിട്ടൺ ബുക്ക് കണ്ടോ? ഓക്കെ, the art of printing was used in China about 1500 years ago. നമ്മളെ ചൈനയിൽ ഈ ആർട്ട് ഓഫ് പ്രിന്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് എന്താണെന്നറിയാമോ? 1500 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ
അക്കാദമിയിൽ ആർട്ട് ഓഫ് പ്രിന്റിംഗ്, അതായത് എന്താണ് പ്രിന്റ് ചെയ്യുന്നതിന്റെ ആ ഒരു കല നമ്മുടെ ചൈനയിൽ വന്നത് എന്താണ് 1500 വർഷങ്ങൾക്ക് മുമ്പാണ്. But it did not become popular because it was a difficult process. പക്ഷെ അത് എന്ത് ചെയ്തില്ല, വളരെയധികം എന്താണ് വളരെ പ്രശസ്തിയൊന്നും ആയില്ല. കാരണം എന്താണ്, അതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഇതെന്ന് പറയുന്നത്, ആർട്ട് ഓഫ് പ്രിന്റിംഗ് എന്ന് പറയുന്നത്. Nearly 1000 years later, 1000 വർഷങ്ങൾക്ക് ശേഷം ജോഹാനസ് ഗുട്ടൻബർഗ് from Germany built the first printing press in 1440. അല്ലേ, എന്താണ് nearly 1000 years later, അല്ലേ 1000 വർഷങ്ങൾക്ക് ശേഷം എന്താണ് ജോഹാനസ് ഗുട്ടൻബർഗ് എന്നറിയപ്പെടുന്ന ഒരാള് എന്ത് ചെയ്തു, എന്താണ് ഒരു പ്രിന്റിംഗ് പ്രസ് എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. എന്നാണ് 1443 ജോഹാനസ് ഗുട്ടൻബർഗ് എന്ത് സ്റ്റാർട്ട് ചെയ്തു, ഒരു പ്രിന്റിംഗ് പ്രസ് സ്റ്റാർട്ട് ചെയ്തു. എന്താണ് ഒരു പ്രിന്റിംഗ് പ്രസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ എവിടെയാണത്, ജർമ്മനിയിലാണ് എന്ത് ചെയ്തത്, ബിൽഡ് ചെയ്തത്. അല്ലേ, ആരാണ്, ജോഹാനസ് ഗുട്ടൻബർഗ്. He used mounds of letters of the alphabet engraved on lead as movable letters to make words, sentences, lines and pages. ഓക്കെ, എന്താ പറയുന്നത്, അദ്ദേഹം എന്ത് ചെയ്തു, ലെറ്റേഴ്സ് മറ്റേ എന്ത് ചെയ്തു അതിലുണ്ടാക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, മൗൾഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ലെറ്റേഴ്സ് ഓഫ് ദ ആൽഫബറ്റ്, അല്ലേ, engraved on lead as movable letters to make words, sentences, lines and pages. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് അറിയാമോ, നമ്മുടെ ലെഡ്, അല്ലേ, ഈയത്തിൽ കൊത്തിയ അക്ഷരങ്ങളാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. അല്ലേ, അതെന്താണ്, അക്ഷരങ്ങളാണ്, ഈയത്തിൽ കൊത്തിയ അക്ഷരങ്ങളാണ്. അല്ലേ, അതെന്താണ്, അക്ഷരങ്ങൾ എന്ത് ചെയ്യുന്നു, ചലിക്കുന്നു. അല്ലേ, വാക്കുകളായിട്ടും വാക്കുകൾ എന്താ വരകളും പേജുകളും ഒക്കെ അല്ലേ നിർമ്മിക്കാൻ അദ്ദേഹം എന്ത് ഉപയോഗിച്ചു, ഒരു പ്രസ് ഉപയോഗിച്ചു. അല്ലേ, അക്ഷരങ്ങളും വാക്കുകളും മറ്റും ചലിക്കുന്ന തരത്തിൽ ഉള്ള ഒരു പ്രസ്സാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിച്ചത്. അല്ലേ, okay, he used mounds of letters of the alphabet engraved on leads as movable letters to make words, sentences, lines and pages. അല്ലേ, അദ്ദേഹം എന്താണ് ഉണ്ടാക്കിയത്, ഈയത്തിൽ കൊത്തിയ കുറെ വാക്കുകളും ആൽഫബറ്റ്സ് അക്ഷരങ്ങളും മറ്റും അതെന്താണ്, അത് ചലിക്കുന്നു. അല്ലേ, അതെന്തായി മാറുന്നു, വാക്കുകളും വാക്യങ്ങളും ഒക്കെ ആയിട്ട്, അല്ലേ, സെന്റൻസ് ഒക്കെ ആയിട്ട് മാറുന്നു, ലൈനായിട്ടും പേജസ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു. These mounds were set in a frame and printing ink was applied upon the arranged type mounds to get the impression on the paper. അല്ലേ, അതിലേക്ക് നമ്മളൊരു പേപ്പർ വെച്ച് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു പേപ്പർ, നമുക്കറിയാലോ നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോൾ തനി പകർപ്പ് തന്നെ നമുക്ക് ഒരു കോപ്പി കിട്ടുന്നത്. അതുപോലെ അതിലുള്ള വാക്കുകൾ കറക്റ്റ് അതേ ലൈനിലായിട്ട് എന്ത് ചെയ്യുമായിരുന്നു, മറ്റൊരു പേപ്പറിലേക്ക് അതേ രീതിയിൽ കോപ്പി ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്തെടുത്തു, ഒരു ഫ്രെയിം ഉണ്ടാക്കി. The Bible was the first book printed on Gutenberg printing press. അല്ലേ, നമ്മുടെ ഗുട്ടൻബർഗിന്റെ പ്രിന്റിംഗ് പ്രസ്സിൽ ഫസ്റ്റത്തെ പ്രിന്റ് ചെയ്ത ബുക്ക് എന്ന് പറയുന്നത് ഏതാണ്, ബൈബിളാണ്. In a very short time, കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ധാരാളം കോപ്പി എന്ത് ചെയ്യാനായിട്ട് പറ്റും, മേക്ക് ചെയ്യാനായിട്ട് പറ്റും, പ്രിന്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അറ്റ് വെരി ലോ കോസ്റ്റ്. അല്ലേ, ഇതേസമയം നമുക്ക് എഴുതി പെട്ടെന്ന് കുറെ കോപ്പീസ് ഉണ്ടാക്കാനായിട്ട് പറ്റുമോ, ഇല്ല. അതേസമയം ഒരു പ്രസ്സിലാകുമ്പോൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ധാരാളം കോപ്പീസ് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലേ, അറ്റ് ലോ കോസ്റ്റ്, അല്ലേ, കുറഞ്ഞ സമയത്തിനുള്ളിലും എന്ത് ചെയ്യാനായിട്ട് പറ്റും, കോപ്പി ചെയ്തെടുക്കാനായിട്ട് പറ്റും. Some books started reaching common people very easily. അതിനുശേഷമാണ് സാധാരണക്കാരായ ആളുകൾക്കിടയിലും ബുക്കുകൾ എത്താനായിട്ട് തുടങ്ങിയത്. കാരണം എന്താണ്, കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, ബുക്കുകൾ ലഭിക്കാനായിട്ട് തുടങ്ങി. The number of books printed was increased with the development of printing and it is developed their literacy rate and knowledge. അല്ലേ, എന്താ പറയുന്നത്, the number of books printed was increased with the development of printing. പ്രിന്റിംഗിന്റെ ഡെവലപ്മെന്റിന് ശേഷം, അല്ലേ, പ്രിന്റിംഗ് എന്ത് ചെയ്യാൻ തുടങ്ങി, വളരാൻ തുടങ്ങിയ ശേഷം എന്ത് തുടങ്ങി, ബുക്കുകളുടെ പ്രിന്റിംഗും എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, കൂടാനായിട്ട് തുടങ്ങി. ധാരാളം ബുക്കുകൾ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, പ്രിന്റ് ചെയ്യാനായിട്ട് തുടങ്ങി. And
and it will develop their literacy rate and knowledge. ഇത് എന്താണ് വളർത്തുക? അവിടെയുള്ള ആളുകളുടെ ലിറ്ററസി അല്ലേ, അവരുടെ സാക്ഷരത അല്ലേ, അവർക്ക് കൂടാനായിട്ട് തുടങ്ങി, അവരുടെ നോളജ് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി. നമുക്കറിയാം, നമുക്ക് വായിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അറിവ് നേടുകയുള്ളൂ അല്ലേ. അപ്പോൾ അവിടെയുള്ള ആളുകളുടെ എല്ലാം ലിറ്ററസി റേറ്റ് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, സാക്ഷരതാ നിരക്ക് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, കൂടാനായിട്ട് തുടങ്ങി. അവരുടെ നോളജ് എന്ത് ചെയ്തു, വളർന്നു. കാരണം എന്താണ്, എല്ലാവരും എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, ബുക്കുകൾ വാങ്ങാനും വായിക്കാനും തുടങ്ങി. ഇതിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷമാണ് പ്രിന്റിങ്ങിന്റെ അല്ലേ. At present, the quality of printing is much improved with offset cover printing, DTP, etc. And books now look attractive. അല്ലേ, ഇന്നത്തെ കാലത്ത് എന്താണ്, നല്ല രീതിയിൽ അല്ലേ, എന്തൊക്കെയാണ് കൂടുതൽ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാക്കി അല്ലേ. ആ ഒരു പ്രിന്റിംഗിൽ മാത്രം നിലനിന്നോ? ഇല്ല അല്ലേ, ഇതിന്റെ ഡെവലപ്മെന്റ് വീണ്ടും വീണ്ടും എന്ത് ചെയ്തു, വളർന്നു അല്ലേ. ഇപ്പോഴെന്താണ്, ഓഫ്സെറ്റ് കളർ പ്രിന്റിംഗ് വരെ വന്നു അല്ലേ. നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണമെങ്കിൽ എടുക്കാം, കളർ പ്രിന്റിംഗും എടുക്കാം അല്ലേ. പിന്നെ എന്താണ്, DTP വന്നു അല്ലേ. അപ്പോൾ അതോടൊപ്പം തന്നെ എന്താണ്, ടെക്സ്റ്റുകളും ബുക്കുകളും എല്ലാം എന്താണ് നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രിന്റ് ചെയ്ത് എടുക്കാനായിട്ട് തുടങ്ങി അല്ലേ. അപ്പോൾ ആ ഒരു പണ്ടത്തെ ആ ഒരു അവസ്ഥയിൽ നിന്നും എന്തുമാത്രം ഡെവലപ്മെന്റ് ആണ് ഉണ്ടായത് പ്രിന്റിങ്ങിന്റെ കാര്യത്തിലും അല്ലേ. ഓക്കെ, അപ്പോൾ പ്രിന്റിങ് വന്നതിന് ശേഷം എന്ത് തുടങ്ങി, അവിടെയുള്ള ആളുകൾ ബുക്കുകളും മറ്റും വായിക്കാനും വാങ്ങാനും തുടങ്ങി. അവരുടെ നോളജ് വർദ്ധിച്ചു, അവരുടെ ലിറ്ററസി റേറ്റ് എന്ത് ചെയ്തു, കൂടി. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നോക്കിക്കേ, അപ്പോൾ അതിനുശേഷം ഈ ഒരു പ്രിന്റിംഗ് വന്നതിന് ശേഷം നോക്കിക്കേ, it is possible to publish book, magazines and newspapers at very reasonable prices അല്ലേ. അതിനുശേഷം എന്ത് ചെയ്യാൻ തുടങ്ങി, മാഗസീൻസും അതോടൊപ്പം തന്നെ ന്യൂസ് പേപ്പറും ഒക്കെ വളരെ കുറഞ്ഞ വിലയിലും കുറഞ്ഞ ടൈമിനുള്ളിലും എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, പ്രിന്റ് ചെയ്ത് എടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ എല്ലാവരുടെയും കൈകളിലും എത്താനായിട്ട് തുടങ്ങി അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റോറി ഓഫ് പ്രിന്റിംഗ് മനസ്സിലായോ, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് മനസ്സിലായോ? ജോനാസ് ഗുട്ടൻബർഗിനെ മനസ്സിലായോ? അദ്ദേഹം എന്താണ് ചെയ്തത്, ലെഡ് ഉപയോഗിച്ചൊരു എന്തുണ്ടാക്കിയതാണ്, ഫ്രെയിം ഉണ്ടാക്കിയതാണ്. അതിൽ നിന്നുമാണ് എന്തായി മാറിയത്, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഓഫ്സെറ്റ് പ്രിന്റിംഗും DTP മറ്റും എന്ത് ചെയ്യാനായിട്ട് തുടങ്ങിയത്, നമുക്ക് ലഭിച്ചത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ബ്രെയിലി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ബ്രെയിലി? കേട്ടോ, ബ്രെയിലി is script for the visually challenged. ബ്രെയിലി ലിപി എന്തിന്, ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിയാമോ? വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള അല്ലേ, കാഴ്ചയില്ലാത്ത വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഏത് ലിപി ഉള്ളത്, ബ്രെയിലി അല്ലേ. അവർക്ക് ടെക്സ്റ്റും മറ്റു ബുക്കുകളും മറ്റും വായിക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ബ്രെയിലി ലിപി എന്ന് പറയുന്നത്. നോക്കിക്കേ, we are blessed that we can read books with the help of our eyes അല്ലേ. നമ്മൾ നല്ല ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അല്ലേ. നല്ല കാരണം എന്താണ്, നമുക്ക് ഐസ് ഉണ്ട്. ഐസ് എന്തിനാണ്, നമുക്ക് കാണാനും അതോടൊപ്പം തന്നെ നമ്മുടെ ടെക്സ്റ്റും ബുക്കും എല്ലാം വായിക്കാൻ നമുക്ക് ദൈവം എന്ത് തന്നിട്ടുണ്ട്, ഐസ് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് നമ്മുടെ കണ്ണുകൾ ഉപയോഗിച്ച് നമുക്ക് ടെക്സ്റ്റ് വായിക്കാനും നമുക്ക് വായിക്കാനും അതോടൊപ്പം തന്നെ എല്ലാം കാണാനും നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. വിഷ്വലി ചലഞ്ചഡ് പേഴ്സൺ ക്യാനോ അല്ലേ. പക്ഷെ കാഴ്ചയില്ലാത്ത ഒരാൾക്ക് ഇത് വായിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു പ്രതിഭംഗി ആസ്വദിക്കാനോ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. A special script called Braille enables a visually challenged person to read book. അങ്ങനെയുള്ള ആളുകൾക്ക് ബുക്ക് വായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ്, വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ബുക്ക് വായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്ക്രിപ്റ്റ് ആണ് എന്ന് പറയുന്നത് ബ്രെയിലി. ഏതാണ് ബ്രെയിലി? സ്പെല്ലിംഗ് DRAILLE, ബ്രെയിലി. ബ്രെയിലി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള പേഴ്സൺസിന് വേണ്ടിയിട്ട്. അവർക്ക് ബുക്ക് വായിക്കുന്നത് അല്ലേ, അവർക്ക് കണ്ണു കാണാനായിട്ട് പറ്റുമോ? ഇല്ല, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് എന്ന് പറയുന്നത് ബ്രെയിലി. ഓക്കെ, നോക്കിക്കേ, a special script called Braille enables a visually challenged person to read a book. It was developed by Louis Braille. ഇത് ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് അറിയാമോ? ഈ പേര് പോലെ തന്നെയാണ്, അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ്. എന്താണ്, ലൂയിസ് ബ്രെയിലി ആണ് ഈ ഒരു സ്ക്രിപ്റ്റ് എന്ത് ചെയ്തത്, കണ്ടെത്തിയത്. അപ്പോൾ വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള പേഴ്സൺസിന് വേണ്ടിയിട്ട് ലൂയിസ് ബ്രെയിലി ആണ് ഈ ബ്രെയിലി ലിപി എന്ത് ചെയ്തത്, കൊണ്ടുവന്നത്. ഓക്കെ, developed by Louis Braille of France, who himself was a visually challenged. എന്താണ്, ലൂയിസ് ബ്രെയിലി എവിടെയുള്ള
അപ്പോഴാണ് അവർക്ക് അതിൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. Such books have proved very beneficial in educating the visually challenged. ഇതുവഴി വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ എഡ്യൂക്കേഷൻ അല്ലേ അവരുടെ പഠന കാര്യത്തിന് വളരെയധികം എന്താണ് ഗുണമുള്ള ഒരു കാര്യമാണ്. വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും എന്താണ് അവർക്കും പഠിക്കാൻ ആഗ്രഹമില്ലേ, അപ്പോൾ അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ഈ ബ്രെയിലി ലിപി എന്ത് ചെയ്യുന്നു, വളരെയധികം എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. അവരും എന്തായി മാറുന്നു, എഡ്യൂക്കേറ്റഡ് പേഴ്സൺസ് ആയി മാറുന്നു അല്ലേ, അവർക്കും അറിവ് ലഭിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ബ്രെയിലി ലിപി ആ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? ലൂയിസ് ബ്രെയിലി ആണ്. ഓക്കെ, ക്ലിയർ ആണ്? നെക്സ്റ്റ് നോക്കിക്കേ, the literacy and progress. All these inventions of writing, numbers, paper and printing have increased people's curiosity to know more. So the demand for books has increased. It helps the people to become literate. അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ പണ്ടുകാലത്ത് ആദിമകാല മനുഷ്യര് ആദ്യം എന്ത് കണ്ടുപിടിച്ചു? റൈറ്റിംഗ്, എഴുത്ത് കണ്ടുപിടിച്ചു, നമ്പേഴ്സ് കണ്ടുപിടിച്ചു, പിന്നെയോ പേപ്പർ കണ്ടുപിടിച്ചു, പ്രിന്റിങ് കണ്ടുപിടിച്ചു അല്ലേ. ഇതെല്ലാം എന്തായി? ഡെവലപ്ഡ് ആയല്ലേ. ഇതെല്ലാം എന്താണ്? ആളുകൾക്ക് എന്താണ് ഓരോരോ ക്യൂരിയോസിറ്റി അല്ലെ, ഉത്കണ്ഠ എന്ത് ചെയ്തു വളർത്തി. ഇത് എങ്ങനെയാണെന്നുള്ള ഒരു കണ്ടുപിടുത്തത്തെ കുറിച്ച് അവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടായി അല്ലേ. എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് അവർ കൂടുതൽ ചിന്തിക്കാനായിട്ട് തോന്നി. So the demand for books has increased. അതുകൊണ്ട് തന്നെ ബുക്കുകളുടെ ഡിമാൻഡ് എന്ത് ചെയ്തു? വർദ്ധിച്ചു. It helps the people to become literate. ഈ ബുക്കുകളാണ് അല്ലേ, ബുക്സ് റീഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവർക്ക് എന്താണ് വർദ്ധിച്ചത്? അവരുടെ ലിറ്ററസി അല്ലേ, അവരുടെ അറിവും എന്ത് ചെയ്തു, അവരുടെ നോളജും എന്ത് ചെയ്തു? ഡെവലപ്ഡ് ആയി. The progress of a country depends on the literacy rate in the country. അല്ലേ, ഒരു രാജ്യത്തെ അവിടുത്തെ പ്രോഗ്രസ്, അവരുടെ വളർച്ച, ഒരു രാജ്യത്തിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നറിയാമോ? അവരുടെ ലിറ്ററസി റേറ്റ്, അവരുടെ സാക്ഷരതാ നിരക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു കൺട്രി ഡെവലപ്ഡ് ആണോ, അവരുടെ കൺട്രി എന്ന് പറയുന്നത് എന്താണ് പ്രോഗ്രസ്ഡ് ആണോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ ലിറ്ററസി റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ലിറ്ററസി ഈസ് therefore the key to progress. എപ്പോഴും ലിറ്ററസി ആണ് ഏതൊരു കാര്യത്തിനും എന്തെന്ന് പറയുന്നത് പ്രോഗ്രസ് അല്ലേ, വികസനത്തിന് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഏതാണ്? ലിറ്ററസി തന്നെയാണ്. സോ എഡ്യൂക്കേഷൻ ഷുഡ് ബി ദ പ്രയോറിറ്റി ഓഫ് എനി ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു ഗവൺമെന്റ് ഫസ്റ്റ് പ്രയോറിറ്റി ആർക്ക് കൊടുക്കുന്നത്? എഡ്യൂക്കേഷൻ അല്ലേ, വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? അവിടുത്തെ ലിറ്ററസി റേറ്റ് ആണ് എപ്പോഴും ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റിന് കാരണമാകുന്നത് അല്ലേ. ആളുകൾ എന്ത് ചെയ്യുന്നു? ഓരോരോ കാര്യങ്ങളും എന്താണ് ഓരോരോ ദിവസം എന്താണ് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങിക്കൂടി നിന്നിരുന്നുവെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനോ മറ്റും സാധിക്കുമോ? നമ്മൾ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ജീവിച്ചു പോകില്ലായിരുന്നു അല്ലേ. പണ്ട് കാലത്ത് ആദിമ മനുഷ്യർ എവിടെയായിരുന്നു? കാടുകളിൽ ഗുഹകളിലും മറ്റുമായിരുന്നു. അന്നത്തെ ആ ഒരു മനുഷ്യര് ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്തിലായിരുന്നേനെ? ആ ഒരു ജീവിതത്തിൽ അല്ലേ, ആ ഒരു ജീവിത ചുറ്റുപാടിൽ തന്നെ താമസിച്ചു പോകും അല്ലേ. അവരുടെ ഓരോരോ കണ്ടുപിടുത്തങ്ങളെ, ഒരു കാര്യം കണ്ടുപിടിച്ചു, ആ ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങിക്കൂടി നിന്നോ? ഇല്ല, അവർ പുതിയ കാര്യങ്ങൾ, അറിവുകൾ എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു? നേടിക്കൊണ്ടേയിരുന്നു. ഓരോരോ കാര്യങ്ങൾ എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു? കണ്ടുപിടിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ നോളജ് എന്ത് ചെയ്തു? പ്രോഗ്രസ്ഡ് ആയി അല്ലേ, ഡെവലപ്ഡ് ആയി അല്ലേ. ഇതുവരെ ആർക്കാണ് കൂടുതൽ നല്ലതാകുന്നത്? നമ്മുടെ കൺട്രിക്ക് തന്നെയാണ് അല്ലേ. ഓരോരോ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവിടുത്തെയുള്ള ആളുകളുടെ ലിറ്ററസി റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ എന്താണ്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ. എഡ്യൂക്കേഷൻ എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നമ്മുടെ ഓരോരോ സ്റ്റോറീസ് ആണ് പഠിച്ചത് അല്ലേ. എന്തിൻ്റെയൊക്കെ സ്റ്റോറീസ് ആണ്? റൈറ്റിങ്ങിന്റെ സ്റ്റോറി എങ്ങനെയാണ്, കഥയുടെ നമ്മുടെ എഴുത്തിന്റെ കഥ എങ്ങനെയാണ് ആരംഭിച്ചത്, നമ്പർ എങ്ങനെയാണ് തുടങ്ങിയത്, എങ്ങനെയാണ് പേപ്പർ വന്നത്, എങ്ങനെയാണ് പ്രിന്റിങ് വന്നത് അല്ലേ. സ്റ്റോറിയൊക്കെ മനസ്സിലായോ എല്ലാവർക്കും? ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഓരോരോ കണ്ടുപിടുത്തങ്ങളും മനസ്സിലായല്ലോ, ബ്രെയിലി ലിപിയെ കുറിച്ച് മനസ്സിലായല്ലോ, ജോഹാൻസ് ഗുട്ടൻബർഗിനെ കുറിച്ച് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠവുമായി ബന്ധപ്പെട്ട എക്സസൈസ് നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് വൺ വളരെ ഡിഫൈൻ ആണ് തന്നിരിക്കുന്നത്. ഈ വീഡിയോയുടെ കൂടെ തരുന്നുണ്ട്, അതെല്ലാവരും എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്യുക. ആൻസർ ഫോളോയിങ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് തരുന്നുണ്ട്, അതും എല്ലാവരും എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്ത് പഠിക്കണം. കേട്ടല്ലോ? ഓക്കെ, ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്ന
filling the blanks ആണ്. Filling the blanks with the suitable word given below. നോക്കിക്കേ, first one നോക്കിക്കേ. The English language is derived from the Dutch script. തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഏത് സ്ക്രിപ്റ്റിൽ നിന്നാണ് ഡെറൈവ് ചെയ്തെടുത്തത്? ഓപ്ഷൻസ് നോക്കിക്കേ. ഏതിൽ നിന്നാണ്? തന്നെ ഏതാണ്? റോമൻ അല്ലേ? റോമൻ സ്ക്രിപ്റ്റിൽ നിന്നാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് എന്ത് ചെയ്തത്? ഡെറൈവ് ചെയ്തെടുത്തത്. അപ്പോൾ റൈറ്റ് ചെയ്ത് എന്താണ്? റോമൻ. എന്താണ്? റോമൻ. ഓക്കേ, റൈറ്റ് ചെയ്തല്ലോ. ഓക്കേ, സെക്കൻഡ് വൺ നോക്കിക്കേ. The Dash is a holy book of Christians. Christians a holy book ഏതാണ്? ഏതാണ്? ബൈബിൾ അല്ലേ? ഇതാണ് ബൈബിൾ. റൈറ്റ് ചെയ്ത് എല്ലാവരും. ഓക്കേ, തേർഡ് വൺ നോക്കാം. Dash is the key to progress and advancement. എന്താണ് നമ്മുടെ പ്രോഗ്രസ്മെന്റിനൊക്കെ കാരണമായി തീരുന്നത്? എന്താണ്? ലിറ്ററസി അല്ലേ? ഓക്കേ, എന്താണ്? ലിറ്ററസി. റൈറ്റ് ചെയ്ത് എല്ലാവരും. എന്താണ്? ലിറ്ററസി. ഓക്കേ, ഫോർത്ത് വൺ നോക്കാം. A script for the visually challenged is called the എന്താണ്? വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് എന്താണ്? ഏതാണ്? ബ്രെയിലി അല്ലേ? ഏതാണ്? ബ്രെയിലി. ബ്രെയിലി സ്ക്രിപ്റ്റ് ആണ് വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള പേഴ്സൺസ് റീഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഏതാണ്? കണ്ടന്റ് റൈറ്റ് ചെയ്ത് എല്ലാവരും ഫില്ലത്തിലായി കണ്ടന്റ് റൈറ്റ് ചെയ്തോ? നോക്കിക്കേ. The English language is derived from the Roman script. The Bible is the holy book of Christians. Literacy is the key to progress and advancement. A script for the visually challenged is called the braille. Okay, കണ്ടന്റ് റൈറ്റ് ചെയ്തല്ലോ. നെക്സ്റ്റ് നോക്കാം. നമുക്ക് ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഫസ്റ്റ് വൺ ട്രൂ ഓർ ഫാൾസ് ആണെന്ന് പറയാം. നോക്കിക്കേ. The pictorial scripts of the Egyptians is called hieroglyphics. എന്താണ്? The pictorial scripts of Egyptian is called hieroglyphics. True or false ആണോ? എന്താണ്? True അല്ലേ? ഓക്കേ, അപ്പോൾ റൈറ്റ് ചെയ്ത് എന്താണ്? True. സെക്കൻഡ് നോക്കാം. ജോഹാൻ ഗുട്ടൻബർഗ് വാസ് ആൻ ഈജിപ്ഷ്യൻ. കറക്റ്റ് ആണോ? അല്ല അല്ലേ? എന്താണത്? false. തേർഡ് വൺ നോക്കിക്കേ. The concept of zero was first used by the Arabs. ഫസ്റ്റ് സീറോ കണ്ടുപിടിച്ചത് ആരാണ്? കൺസെപ്റ്റ് കൊണ്ടുവന്നത് എവിടെയാണ്? അറബാണോ? അല്ല അല്ലേ? അപ്പോൾ എന്താണത്? false. ഫോർത്ത് വൺ നോക്കിക്കേ. The word paper has been derived from papyrus. കറക്റ്റ് ആണോ? ആണ്. എന്താണ് അപ്പോൾ? true. ഫിഫ്ത്ത് വൺ നോക്കാം. The progress of a country depends on the number of its literates. എന്താണ്? True. Okay. എല്ലാവരും കറക്റ്റായിട്ട് റൈറ്റ് ചെയ്ത് true false. എല്ലാവരും പറഞ്ഞായിരുന്നോ? Okay. നോക്കിക്കേ. The pictorial scripts of the Egyptian is called hieroglyphics. എന്താണ്? True. Johann Gutenberg was an Egyptian. False. The concept of zero was first used by Arabs. എന്താണ്? False. The word paper has been derived from papyrus. എന്താണ്? True. The progress of a country depends on the number of its literates. എന്താണ്? True. Okay, next നോക്കാം നമുക്ക്. അടുത്തതാണ് match the following ആണ്. നോക്കിക്കേ. ഫസ്റ്റ് എ സെക്ഷനിൽ ഇന്ത്യ, പേപ്പർ, ലൂയിസ് ബെയ്ലി, ഹിന്ദസ, ജർമ്മനി എന്നാണ് തന്നിരിക്കുന്നത്. നോക്കാം ബിയുമായിട്ട് ഏതാണ് കറക്റ്റ് ആവുന്നതെന്ന്. ഫസ്റ്റ് വൺ നോക്കി. ഇന്ത്യ. ഇന്ത്യയുമായി റിലേറ്റ് ചെയ്യുന്നത് ഏതാണ്? ബി സെക്ഷനിൽ ഏതാണ്? ഏതാണ്? സീറോ അല്ലേ? മാച്ച് ചെയ്ത് എന്താണ്? സീറോ. അപ്പോൾ ഇന്ത്യയുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എന്ന് പറയുന്നത് സീറോ അല്ലേ? സീറോ ഇംഗ്ലീഷ് ആരാണ്? ഇന്ത്യ അല്ലേ? ഓക്കേ, സെക്കൻഡ് വൺ നോക്കിക്കേ. പേപ്പർ. പേപ്പർ എന്തുമായി ബന്ധപ്പെട്ടു? പാപ്പറസ് അല്ലേ? പേപ്പർ ടേം തന്നെ ഡെറൈവ് ചെയ്തത് പാപ്പറസിൽ നിന്നാണ്. ഓക്കേ, തേർഡ് വൺ നോക്കാം. ലൂയിസ് ബെയ്ലി. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലൂയിസ് ബെയ്ലി? ഏതാണ്? ലൂയിസ് ബെയ്ലി ഫ്രാൻസ് കേട്ടോ. ഏതാണ്? ഫ്രാൻസ്. ലൂയിസ് ബെയ്ലി ഫ്രാൻസ് ആണ് കേട്ടോ. ഫോർത്ത് വൺ ഹിന്ദസ. ഹിന്ദസ എന്ന് പറഞ്ഞാൽ എന്തുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്ന് അറിയാമോ? ഇന്ത്യൻ സിസ്റ്റം ഓഫ് നമ്പേഴ്സ്. എന്താണ്? ഇന്ത്യൻ സിസ്റ്റം ഓഫ് നമ്പേഴ്സ്. എന്താണ്? ഇന്ത്യൻ സിസ്റ്റം ഓഫ്
numbers. Match ചെയ്യലാവും Indian system of numbers. Okay. Fifth one നോക്കിക്കേ Germany. Germany എന്ത് പേരിട്ടുള്ളതാണ്? എന്താണ്? Johannes Gutenberg. അല്ലേ? Johannes Gutenberg. Okay. Okay, എല്ലാവരും മാച്ച് ചെയ്തല്ലോ. ഇന്ത്യ എന്താണ്? 0. പേപ്പർ എന്താണ്? പാപ്പറസ്. ലൂയിസ് ബ്രെയ്ലി ഫ്രാൻസ്. ഹിൻഡസ് എന്താണ്? ഇന്ത്യൻ സിസ്റ്റം ഓഫ് നമ്പേഴ്സ്. ജർമ്മനി എന്താണ്? ജോഹാൻസ് ഗുട്ടൻബർഗ്. ഓക്കേ, മാച്ച് ചെയ്തല്ലോ. കണ്ടിട്ട് മാച്ച് ചെയ്തല്ലോ. ഓക്കേ, നെക്സ്റ്റ് നോക്കിക്കേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, MCQs ആണ്. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. എന്താണ്? പാപ്പറസ് വാസ് യൂസ്ഡ് ബൈ ദ ഈജിപ്ഷ്യൻസ് ടു മേക്ക്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പാപ്പറസ് എന്താണ് ഈജിപ്ഷ്യൻസുകാർ മേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നത്? അപ്പോൾ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഏതാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാൻ ടിക്ക് ചെയ്യുക. ദ കൺസെപ്റ്റ് ഓഫ് സീറോ വാസ് ഇൻവെന്റഡ് ബൈ. ആരാണ് സീറോ കണ്ടുപിടിച്ചത്? ചോയ്സ് തന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ടിക്ക് ചെയ്യുക. ദ നാഷണൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് ഏതാണ്? Fourth one, which of the following languages is derived from the Roman script? Roman script enna derive cheyda language edana. Fifth one, Louis Braille invented his script for the. Louis Braille invent cheyda script aarku venditulladana? Options thannu. That are simple questions ആണ്. നിങ്ങൾ homework ആയിട്ട് എന്ത് ചെയ്തിട്ട് ടീച്ചർ അയച്ചു. ഓക്കേ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ടുള്ള എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ടീച്ചർ തരുന്ന നോട്ട്സ് എല്ലാം നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് എല്ലാവരും എഴുതി പഠിക്കുക. 2 times വീതം എല്ലാവരും ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കുക കേട്ടോ. ടീച്ചർ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. ഇത് എക്സസൈസസ് ആയിരുന്നു. ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കും, സ്പെല്ലിങ്ങും ചോദിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്യുമല്ലോ, പഠിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഹിന്ദിയുടെ 2ാമത്തെ ചാപ്റ്റർ പഠിച്ചു അല്ലയോ? പഠിച്ചത് ഓർമ്മയില്ലയോ? ഭക്ത് പോതൻ അല്ലേ? ഭക്ത് പോതൻ്റെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സസൈസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ മീനിങ് നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു അല്ലയോ? മീനിങ് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ മീനിങ് ഏതൊക്കെയായിരുന്നു പഠിച്ചത്? ജന്മ അല്ലേ? ജന്മം എന്ന് പറഞ്ഞാൽ ബർത്ത്, ആദേശ് ഓർഡർ, അനുവാദ് ട്രാൻസ്ലേഷൻ, മഗർ ക്രൊക്കോഡൈൽ, സാധാരണ ഓർഡിനറി, പിന്നെന്താണ്? ആവശ്യകത നീഡ്, പിന്നെ സംപ്രീത് ഡെഡിക്കേറ്റഡ്, പരിവാർ ഫാമിലി, കിസാൻ ഫാമർ, ഹാത്തി എലിഫന്റ്, പദ് പോയം, ചക്കിത് സർപ്രൈസ്, ഭാഗ് ലക്ക്, ഘട്ന ഇൻസിഡൻറ്റ്. ഇത്രയും മീനിങ് ഹിന്ദി വേർഡ്സും അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ്ങുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ആ ഹിന്ദി വേർഡ് അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ്ങും ഒക്കെ നിങ്ങൾ പഠിച്ചു എന്ന് ടീച്ചറിനറിയാം. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ഹോംവർക്ക് ടീച്ചർ അങ്ങോട്ട് തരികയാണ്. പേജ് നമ്പർ 8, പേജ് നമ്പർ 8. അതിനകത്ത് നോക്കിക്കേ, കണ്ടോ? എക്സസൈസിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് നിംലിഖിത് ശബ്ദോം കാ അർത്ഥ് അംഗ്രോസി മേം ലിഖിയേ. റൈറ്റ് ദ മീനിങ് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്. നിങ്ങൾ മോളിൽ പഠിച്ച ഹിന്ദി വേർഡും ഇംഗ്ലീഷ് മീനിങ്ങും അതുപോലെ തന്നെയുള്ള കുറച്ച് വേർഡ്സ് ആണ് നിങ്ങൾക്ക് അവിടെ ഒരു 10 വേർഡ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾ പഠിച്ച കാര്യമാണ് ഓൾറെഡി. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യുക? അത് അവിടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് തന്നിരിക്കുന്ന ഹിന്ദി വേർഡിൻ്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണെന്നുള്ളത് അവിടെ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. ഓക്കെ, ഫില്ല് ചെയ്യല്ലോ. അതപ്പോൾ ഹോംവർക്കായിട്ട് ടീച്ചറിനെ ചെയ്ത് അയച്ച് തരിക. നമ്മൾ പഠിച്ച കാര്യമാണ്, എളുപ്പമായിരിക്കും. അടുത്തതിനെ നോക്കിക്കേ, പിന്നെ പറയുന്ന എക്സസൈസ് നിംലിഖിത് പ്രശ്നോം കെ ഉത്തർ ദീജിയെ. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. 5 ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. 5 ക്വസ്റ്റ്യൻ്റെയും ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, ഉത്തരം എഴുതുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, അപ്പോൾ ടീച്ചർ ഓരോന്നിൻ്റെയും ആൻസർ ഇവിടെ നിങ്ങൾക്ക് കാണിക്കും. നിങ്ങളത് നോക്കി ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം ഫില്ല് ചെയ്തെടുക്കുക.
അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഹിന്ദി നോട്ട്ബുക്കിനകത്തോട്ട് അത് എഴുതിയെടുക്കണം കേട്ടോ. ആദ്യം ടീച്ചർ പഠിപ്പിക്കുന്നത് കേട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്തതിന് ശേഷം അത് നിങ്ങളുടെ ഹിന്ദി നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയെടുക്കുക തന്നെ വേണം. ഈ ഹിന്ദിയുടെ ഈ വേർഡും ഇംഗ്ലീഷും മീനിങ് ഒക്കെ നോട്ട്ബുക്കിനകത്ത് എഴുതിയെടുത്തിട്ടുണ്ടല്ലോ എല്ലാവരും? ഓക്കെ, നോക്കിയേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പോതന കെ മാം ബാപ് കോൺ തേ, അല്ലെ പോതനയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ദാണ്ട് ഇവിടെ ഉണ്ട്, നോക്കിക്കോ. പോതന കെ മാതാ കാ നാം ലക്കമാമ്പ ഓർ പിതാ കാ നാം കേശത, അല്ലെ അതായത് പോതനയുടെ എന്താണ് അമ്മയുടെ പേര് ലക്കമാമ്പ എന്നും അച്ഛൻ്റെ പേര് കേശന എന്നും ആണ്. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യമാണ് അല്ലേ. അപ്പൊ ആൻസർ ദാ നോക്കിക്കേ, പോതന കെ മാതാ കാ നാം ലക്കമാമ്പ ഓർ പിതാ കാ നാം കേശന ത. അടുത്തത് നോക്കിക്കേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് പോതന കാ ജന്മ കഹാം ഹുവാ ത, അല്ലെ പോതനയുടെ ജന്മസ്ഥലം എവിടെയാണെന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആൻസർ നോക്കിയേ. पोदना का जन्म अरुगल्लू के निकट बम्मर नामक गाँव में हुआ था, അല്ലെ അതായത് എവിടെയാണ് ഭക്തബോധൻ ജനിച്ചത് അറുഗല്ലുവിനടുത്തുള്ള ബമ്മർ എന്നുള്ള ഒരു ഗ്രാമപ്രദേശത്താണ്, അല്ലെ അറുഗല്ലുവിനടുത്തുള്ള ബമ്മർ എന്നുള്ള ഒരു ഗ്രാമപ്രദേശത്താണ് നമ്മളുടെ ഈ ഭക്തബോധന ജനിച്ചത്. അപ്പൊ ആൻസർ पोदना का जन्म अरुगल्लू के निकट बम्मर नामक गाँव में हुआ था. അപ്പൊ രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതിയല്ലോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കിക്കേ. ഉൻഹോനെ കിസ്കെ ആദേശ് സേ ഭാഗവത് ഗ്രന്ഥ की रचना की, അല്ലേ ആര് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതിന്റെ പ്രകാരമാണ് നമ്മളുടെ ഭക്തബോധൻ ഈ ഭാഗവതം എന്ത് ചെയ്തത് തെലുങ്കിലോട്ട് വിവർത്തനം ചെയ്തത്? ആരാണ്? അദ്ദേഹം ധ്യാനത്തിൽ ഇങ്ങനെ മുഴുകിയിരുന്ന സമയത്ത് ഭഗവാൻ രാമൻ, അല്ലെ ശ്രീകൃഷ്ണന്റെ അവതാരം, അല്ലെ അപ്പോ ഭഗവാനാണ് എന്ത് ചെയ്ത് വന്ന് പറഞ്ഞത് ധ്യാനത്തിൽ വന്ന് നമ്മളുടെ ഈ ബോധനയുടെ അടുത്ത് പറയുന്നത് ഭാഗവതം തെലുങ്കിലോട്ട് വിവർത്തനം ചെയ്യണമെന്നല്ലേ. അപ്പൊ ആൻസർ എന്താണ്? ടീച്ചർ കാണിക്കുന്നുണ്ട് ഇവിടെ. ഉൻഹോനെ ഭഗവാൻ രാമ കെ ആദേശ് സേ ഭാഗവത് ഗ്രന്ഥ की രചന की, അല്ലെ ഭഗവാന്റെ അല്ലെ ഭഗവാൻ ധ്യാനത്തിൽ വന്ന് പറഞ്ഞത് പ്രകാരമാണ് എന്ത് ചെയ്തത് നമ്മളുടെ ഭക്തബോധൻ ഭാഗവതം എഴുതാൻ വിവർത്തനം ചെയ്യാനായിട്ട് ഒരുങ്ങിയത്. എഴുതിയെടുത്തോ എല്ലാവരും? ഓക്കെ, ദെൻ നാലാമത്തെ ചോദ്യം നോക്കിക്കേ. പോതന കാ ജന്മ കിസ് പരിവാർ മേം ഹുവാ, അല്ലെ പോതന ജനിച്ചത് എങ്ങനെയുള്ളൊരു കുടുംബത്തിൽ ആയിരുന്നു? പരിവാർ എങ്ങനെയുള്ളൊരു കുടുംബത്തിലാണ്, ഫാമിലി അല്ലെ കുടുംബത്തിലാണ് ഭക്തബോധൻ ജനിച്ചതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്താണ്? പോതന കാ ജന്മ ഏക് സാധാരണ പരിവാർ മേം ഹുവാ താ, खेती करना ही उनके परिवार का पेशा था, അല്ലെ അതായത് നമ്മുടെ ഭക്തബോധൻ സാധാരണ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. ആ കുടുംബത്തിലെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? കൃഷിയായിരുന്നു, അല്ലെ കൃഷിയിലൂടെയാണ് അവർ എന്ത് ചെയ്തത് ജീവിതം മുന്നോട്ട് നയിച്ചത്. അപ്പൊ ആൻസർ പോതന കാ ജന്മ ഏക് സാധാരണ പരിവാർ മേം ഹുവാ, പോതനയുടെ ജനനം ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു. खेती करना ही उनके परिवार का पेशा था, അല്ലെ കൃഷിയായിരുന്നു ആ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത്. എഴുതിയോ? ഓക്കെ, ദെൻ ലാസ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഭാഗവത് ഗ്രന്ഥ കെ കിസ്കെ സമർപ്പിത് കിയ, അല്ലെ നമ്മുടെ ഭക്തബോധൻ ഈ ഭാഗവതം എല്ലാം തെലുങ്കിലോട്ട് വിവർത്തനം ചെയ്തിട്ട് അദ്ദേഹം ആർക്കാണ് അത് സമർപ്പിച്ചത്? ആർക്കാണ് അദ്ദേഹം സമ്മാനമായിട്ട് അത് സമർപ്പിച്ചത്? ആർക്കാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഇതാ നോക്കിയേ. ഭക്തബോധൻ കെ ഭാഗവത് ഗ്രന്ഥ കോ ഭഗവാൻ രാമ കോ സമർപ്പിത് കിയ, അദ്ദേഹം ഭഗവാൻ രാമന് തന്നെയാണ് എന്ത് ചെയ്തത് ആ ഭാഗവതം എഴുതിയിട്ട് അത് സമർപ്പിച്ചത്. വേറെ ആർക്കും അത് സമ്മാനമായിട്ട് കൊടുത്തില്ല, ഭഗവാന് തന്നെ എന്ത് ചെയ്തു അത് സമ്മാനമായിട്ട് അദ്ദേഹം കൊടുത്തു. അപ്പോ എല്ലാവരും 5 ക്വസ്റ്റ്യന്റെയും ആൻസേഴ്സ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ടീച്ചർ അതെല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, നിങ്ങളൊന്ന് നോക്കിക്കേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പോതന കെ മാം ബാപ് കോൺ തേ, അല്ലേ പോതനയുടെ അമ്മയുടെയും അച്ഛൻ്റെയും പേരെന്താണ്? പോതന കെ മാതാ കാ നാം
ലക്കമാമ്പ ഓർ പിതാ കാ നാം കേസന था അല്ലേ? അമ്മയുടെ പേര് ലക്കമാമ്പ എന്നും അച്ഛൻ്റെ പേര് കേസൻ എന്നും ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പോതന കാ ജന്മ കഹാ ഹുവാ താ? പോതനയുടെ ജന്മം എവിടെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. പോതന കാ ജന്മ അറുഗല്ലു കെ നിക്കട്ട് ബമ്മർ നാമക് ഗാവ് മേം ഹുവാ താ. അറുഗല്ലുവിനടുത്തുള്ള ബമ്മർ എന്നുള്ളൊരു ഗ്രാമപ്രദേശത്തിലാണ് നമ്മുടെ ഭക്തബോധൻ ജനിച്ചത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഉൻഹോനെ കിസ്കെ ആദേശ് സെ ഭഗവത് ഗ്രന്ഥ് കി രചന കി? ആരുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഈ ഭാഗവതം എഴുതാനായിട്ട് തുടങ്ങിയത്? ഉൻഹോനെ ഭഗവാൻ രാമ കെ ആദേശ് സെ ഭഗവത് ഗ്രന്ഥ് കി രചന തി. ഭഗവാൻ രാമന്റെ ആ നിർദ്ദേശപ്രകാരം ധ്യാനത്തിൽ വന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഭക്തബോധൻ ഭാഗവതം തെലുങ്കിലോട്ട് വിവർത്തനം ചെയ്യാൻ ഒരുങ്ങിയത്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ, പോതന കാ ജന്മ കിസ് പരിവാർ മേം ഹുവ? പോതനയുടെ ജന്മം എങ്ങനെയുള്ളൊരു കുടുംബത്തിലായിരുന്നു? ആൻസർ, പോതന കാ ജന്മ ഏക് സാധാരണ പരിവാർ മേം ഹുവാ താ. അദ്ദേഹത്തിന്റെ ജനനം ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു. ഖേത്തി കർണ കി ഉൻകെ പരിവാർ കാ പൈസ താ. അല്ലെ, കൃഷി ആയിരുന്നു ആ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഭാഗവത് ഗ്രന്ഥ കോ കിസ്കെ സമർപ്പിത് കിയ? ഭാഗവതം എഴുതി തയ്യാറാക്കിയതിനു ശേഷം നമ്മളുടെ ഭക്തബോധൻ അത് ആർക്കാണ് സമ്മാനമായിട്ട് അല്ലെങ്കിൽ ആർക്കാണ് അത് സമർപ്പിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ, ഭക്തബോധൻ കെ ഭാഗവത് ഗ്രന്ഥ കെ ഭഗവാൻ രാമക്കോ സമർപ്പിത് കിയ? ഭഗവാൻ രാമന് തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഭാഗവതം എഴുതിയിട്ട് അദ്ദേഹം ആദ്യം സമർപ്പിച്ചത്. അപ്പം 5 ക്വസ്റ്റ്യൻ്റെയും ആൻസർ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്തിട്ടുണ്ടല്ലോ, ഉണ്ടല്ലോ. ഓക്കെ, ദെൻ അടുത്ത് നോക്കിക്കേ, ഖാലി ജഗ ഭരിയേ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അല്ലെ, തന്നിട്ടുള്ള 5 സെന്റൻസ് ആണ് അവിടെ എന്താണ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടീച്ചർ ഓരോന്നിൻ്റെയും ആൻസർ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കത് അവിടെ കാണിക്കും ആൻസർ. നിങ്ങളപ്പോൾ അത് എന്ത് ചെയ്യുക? അവിടെ ഫില്ല് ചെയ്യാനുള്ളിടത്ത് ഫില്ല് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഭക്തബോധൻ കാ ജൻ ഡാഷ് നാമക് ഗാവ് മേം ഹുവ? നമ്മൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ? ഭക്തബോധൻ അറുഗല്ലുവിനടുത്തുള്ള ഏത് ഗ്രാമത്തിലാണ് ജനിച്ചതെന്നാണ് പറഞ്ഞത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ബമ്മർ അല്ലേ, ബമ്മർ ഗാവ് മേം ഹുവ. ദാറ്റ് ഈസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അറുഗല്ലുവിനടുത്തുള്ള ബമ്മർ എന്നുള്ള ഒരു ഗ്രാമപ്രദേശത്തിലാണ് നമ്മുടെ ഭക്തബോധൻ ജനിച്ചത്. ഫില്ല് ചെയ്തോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പോതന കെ പിതാ കാ നാം ഡാഷ് താ? പോതനയുടെ അച്ഛന്റെ പേര് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മളിവിടെ ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസിലൊക്കെ പറഞ്ഞു അല്ലെ, ഇപ്പൊ പറഞ്ഞു നിർത്തിയതൊക്കെ ഉള്ളൂ. എന്താണ് ആൻസർ? കേസനാഥ അല്ലെ, അച്ഛന്റെ പേര് കേസന എന്നാണ്. കേസനാഥ എഴുതിയോ? ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പോതനയ്ക്ക് മാതാ കാ നാം ഡാഷ് താ? അല്ലെ, ഭക്തബോധന്റെ അമ്മയുടെ പേര് എന്താണ്? എന്താണ്? ലക്കമാമ്പ. അമ്മയുടെ പേര് ലക്കമാമ്പ എന്നാണ്. മാതാ കാ നാം ലക്കമാമ്പ താ. ലക്കമാമ്പ എന്താണ്? അമ്മയുടെ പേര്. എഴുതിയല്ലോ? നാലാമത്തെ ക്വസ്റ്റ്യൻ, പോതന ने पहले पहले दाश का रचना थी अल्ले അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയ ഗ്രന്ഥം പോതന ആദ്യമായിട്ട് എഴുതിയ ഗ്രന്ഥം അല്ലെ എന്താണെന്നാണ് ചോദിച്ചത്. നമ്മൾ അതവിടെ പറഞ്ഞു. എന്താണ്? ഭോഗിനി ദണ്ഡക് അല്ലെ, ഭോഗിനി ദണ്ഡക് അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് അദ്ദേഹം എഴുതിയ കവിതയായിരുന്നു ഭോഗിനി ദണ്ഡക്. ഭോഗിനി ദണ്ഡക് എഴുതിയോ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ധ്യാൻ മേ പോതന കോ ഡാഷ് കാ ദർശൻ ഹുവ? ധ്യാനത്തിൽ ഇരുന്നു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ആരുടെ ദർശനമാണ് ഉണ്ടായത്? ആരുടെയാണ്? ഭഗവാൻ രാമ അല്ലെ, ഭഗവാൻ രാമന്റെ ദർശനമാണ് അദ്ദേഹത്തിന്റെ ധ്യാനത്തിൽ ഇരുന്നപ്പോൾ ഉണ്ടായത് അല്ലെ. ഭാഗവതം തെലുങ്കിലോട്ട് വിവർത്തനം ചെയ്യണമെന്ന് ധ്യാനത്തിൽ വന്ന് ഭഗവാൻ രാമനാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ രാമ കാ ദർശൻ ഹുവ. എഴുതിയോ? എഴുതിയോ എല്ലാവരും? എഴുതിയല്ലോ? ഓക്കെ, അപ്പൊ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എഴുതിയിരിക്കുന്ന ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആണോ നോക്കിയേ. ഫസ്റ്റ്, ഭക്ത് ബോധൻ കാ ജൻ ബമ്മർ നാമക് ഗാവ് में हुआ. सेकंड, पोदने के पिता का नाम केसना था.
थर्ड क्वेश्चन पौधना की बाधा का नाम लक्कमांबा था. फोर्थ क्वेश्चन पौधना ने पहले पहले भोगिनी दंडक काव्य की रचना की. देन फिफ्थ क्वेश्चन ध्यान में पौधना को भगवान राम का दर्शन हुआ. എഴുതിയോ? ഓക്കെ, then അടുത്തത് ഉൾटे अर्थ वाले शब्द लिखिए. അതായത് റൈറ്റ് ദി ഓപ്പോസിറ്റ് വേർഡ്സ് ഓഫ് ദി ഫോളോയിങ് അല്ലേ. അതായത് തന്നിരിക്കുന്ന വേർഡ്സിന്റെ ഓപ്പോസിറ്റ് വേർഡ്സ് എഴുതണം അല്ലേ. ഉൾटे अर्थ അതായത് ഓപ്പോസിറ്റ് വേർഡ്സ് നിങ്ങൾ എഴുതണം. ഓക്കെ, നോക്കിയേ, ടീച്ചർ പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കി അത് എഴുതുക കേട്ടോ. നോക്കിക്കോ, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ജന്മം. ജന്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനനം, ഒരാൾ ജനിക്കുക അല്ലെ, ജനനം. ജനനം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? മരണം അല്ലേ. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജന്മ, ജന്മിന്റെ ഓപ്പോസിറ്റ് മരണ, ജന്മിന്റെ ഓപ്പോസിറ്റ് മരണ. സെക്കൻഡ് ഗാവ്. ഗാവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗ്രാമം അല്ലെ. ഗ്രാമം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? നഗരം അല്ലെങ്കിൽ പട്ടണം അല്ലെ. ഗ്രാമം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഒന്നെങ്കിൽ ഗ്രാമം എന്നുള്ളതിന് നമുക്ക് നഗരം എന്ന് പറയാം, അല്ലെങ്കിൽ പട്ടണം എന്ന് പറയാം. അപ്പോൾ ഗാവ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഷഹർ. ഷഹർ കണ്ടോ? ഗാവ് ഷഹർ, പട്ടണം അല്ലെങ്കിൽ നഗരപ്രദേശം, ഷഹർ. തേർഡ് ക്വസ്റ്റ്യൻ പ്രത്യക്ഷ അല്ലെ. പ്രത്യക്ഷ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് അപ്രത്യക്ഷം അല്ലെ. പ്രത്യക്ഷമായിട്ടുള്ളത്, പ്രത്യക്ഷമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രത്യക്ഷം അല്ലെ, നമുക്ക് കണ്ണുകൊണ്ട് കാണാം. അപ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അപ്പൊ പ്രത്യക്ഷം എന്നുള്ള വാക്കിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അപ്രത്യക്ഷ്. പ്രത്യക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, അപ്പൊ കാണാൻ പറ്റാത്തത് അപ്രത്യക്ഷം അല്ലെ. അപ്പോ പ്രത്യക്ഷ എന്നുള്ള വാക്കിന്റെ ഓപ്പോസിറ്റ് അപ്രത്യക്ഷ്. അപ്രത്യക്ഷ്. അടുത്തത് പിത അല്ലെ, അച്ഛൻ. അച്ഛൻ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് അമ്മ അല്ലെ. അപ്പൊ പിത എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് മാതാ. പിത എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് മാതാ, അച്ഛനും അമ്മയും. അടുത്തത് സാധാരണ അല്ലെ. സാധാരണ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണമായ ആളുകൾ, സാധാരണമായ കുടുംബം എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ സാധാരണ, സാധാരണ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അസാധാരണ. സാധാരണമല്ലാത്തത് അസാധാരണ. സാധാരണ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് അസാധാരണ. സാധാരണ, അസാധാരണ നമ്മളൊക്കെ മലയാളത്തിൽ പഠിച്ചിട്ടുള്ള വാക്കുകളല്ലേ. സാധാരണം, അസാധാരണം എന്നൊക്കെ നമ്മൾ പഠിക്കത്തില്ലേ. അപ്പോ അതാണ് സാധാരണ, സാധാരണ. ആറാമത്തേത് സഫലത. സഫലത എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സഫലത, നമ്മൾ പൂർത്തീകരിച്ചു, ചെയ്ത് തീർത്തു എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ചെയ്ത് തീർത്തില്ല അല്ലെ, നമ്മൾ ചെയ്തു, ചെയ്തില്ല അല്ലെ. ചെയ്തു എന്നുള്ളത് ഓപ്പോസിറ്റ് ആണ് എന്ത്? ചെയ്തില്ല. വിപരീത പദമാണ് ചെയ്തില്ല അല്ലെ. അപ്പം ഇവിടെ സഫലത, സഫലമായി. അപ്പോൾ സഫലത എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അസഫലത, പൂർത്തീകരിക്കാത്ത. സഫലത ഓപ്പോസിറ്റ് അസഫലത. സഫലത ഓപ്പോസിറ്റ് അസഫലത. എല്ലാവരും ചെയ്തോ? ഒന്നുകൂടെ പറയാമേ, നിങ്ങൾ ചെയ്തിരിക്കുന്നത് ശരിയാണോ എന്ന് നോക്കേ. ജന്മ ഓപ്പോസിറ്റ് മരണ, ഗാവ് ഓപ്പോസിറ്റ് ഷഹർ, പ്രത്യക്ഷ ഓപ്പോസിറ്റ് അപ്രത്യക്ഷ, പിത ഓപ്പോസിറ്റ് മാതാ, സാധാരണ ഓപ്പോസിറ്റ് അസാധാരണ, സഫലതയുടെ ഓപ്പോസിറ്റ് അസഫലത. ഉണ്ടോ? ഓപ്പോസിറ്റ് എന്നുള്ളതിന്റെ ഹിന്ദിയാണ് ഉൾട്ടേ അർത്ഥ്. കേട്ടോ, പരീക്ഷയ്ക്ക് അങ്ങനെ ഉൾട്ടേ അർത്ഥ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് വേർഡ്സ് ആണെന്നുള്ളത് ഓർക്കണം കേട്ടോ. ഉൾട്ടേ അർത്ഥ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് വേർഡ്സ്, വിപരീത പദം എഴുതുക. അടുത്തത് നിങ്ങൾക്ക് നോക്കിക്കേ, വാക്യമേം പ്രയോഗ് കീജിയെ. തന്നിട്ടുള്ള വേർഡാണ്, ആ വേർഡിനെ വാക്യത്തിൽ പ്രയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ വേർഡ് വെച്ച് ഒരു വാക്യം എഴുതാനാണ്. വാക്യത്തിൽ പ്രയോഗിക്കുക. വാക്യമേം പ്രയോഗ് കീജിയെ അല്ലെ. അതായത് തന്നിരിക്കുന്ന ഒരു ഹിന്ദി വേർഡാണ്, ആ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വാക്യം നിർമ്മിക്കാൻ, ഒരു വാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അപ്പോൾ നമ്മൾ പഠിച്ച ഫാമിലി പാഠത്തിലെ പഠിച്ച ഹിന്ദി വേർഡാണ് തരുന്നത്. അപ്പൊ നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വാക്യത്തിൽ പ്രയോഗിക്കുക. ടീച്ചർ ഇവിടെ കാണിക്കാൻ തെറ്റിക്കാതെ നോക്കി എഴുതണം കേട്ടോ.
ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സാധാരണ അല്ലെ, സാധാരണമായിട്ടുള്ള അല്ലെ, സാധാരണ എന്നുള്ള വേർഡിനെ വെച്ചിട്ട് നമ്മൾ ദാണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, യഹ് ഏക് സാധാരണ പരിവാർ മേം ജന്മ ഹുവ. നമ്മള് ഇപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറിലൊക്കെ പഠിച്ചൊരു സെന്റൻസ് ആണല്ലേ. എന്താണ്? അവൻ ഒരു സാധാരണ കുടുംബത്തിലാണ് എന്ത് ചെയ്തത്? ജനിച്ചത് അല്ലെ. സാധാരണ എന്നുള്ളത് വെച്ച് ഒരു വാക്യമാണ് ടീച്ചർ ഇവിടെ തന്നിരിക്കുന്നത്. കണ്ടോ, യഹ് ഏക് സാധാരണ പരിവാർ മേം ജന്മ ഹുവ. അവനൊരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. യഹ് ഏക് സാധാരണ പരിവാർ മേം ജന്മ ഹുവ. അവനൊരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. അടുത്തത് ജീവൻ അല്ലെ. ജീവൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ജീവിതം അല്ലെ, നമ്മൾ ജീവിക്കുന്ന ലൈഫ് അല്ലെ. ജീവൻ എന്ന് പറഞ്ഞാൽ ജീവിതം. അപ്പൊ ജീവൻ എന്നുള്ളത് കൊണ്ട് ഒരു വാക്യമാണ് നിങ്ങൾക്ക് അവിടെ തന്നിരിക്കുന്നത്. ഖുഷി ജീവൻ കെ കൈ നിയം ഹേ അല്ലെ. സന്തോഷകരമായ ജീവിതത്തിന് നിരവധി നിയമങ്ങളുണ്ട് അല്ലെ. സന്തോഷകരമായി നമ്മൾ ജീവിക്കണമെങ്കിൽ നിരവധി കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലെ. നമ്മൾ നമ്മളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ കാര്യം നോക്കണം, അവർക്കും സന്തോഷം കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സന്തോഷകരമായി നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കും അല്ലെ. അപ്പോൾ ജീവൻ എന്നുള്ളതിൻ്റെ ഒരു വാക്യം, ജീവൻ ജീവിതം എന്നുള്ളതിനെ വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ്? സന്തോഷകരമായ ജീവിതത്തിന് നിരവധി നിയമങ്ങൾ ഉണ്ടല്ലേ. ഖുഷി ജീവൻ കെ കൈ നിയം ഹേ. സന്തോഷകരമായി ജീവിക്കുന്നതിന് നമ്മൾ കുറേ കാര്യങ്ങൾ, നിയമങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ നോക്കി ചെയ്യണം. ചെയ്തോ? എഴുതിയെടുത്തോ എല്ലാവരും? ദെൻ മൂന്നാമത്തത് പരിവാർ. പരിവാർ എന്ന് പറഞ്ഞ എന്താണ്? ഫാമിലി അല്ലെ, കുടുംബം അല്ലെ. പരിവാർ എന്നുള്ള വേർഡിനെ നമ്മൾ സെന്റൻസിലോട്ട് ആക്കുകയാണ്. എങ്ങനെയാ നോക്കിയേ? പരിവാർ സേ പ്രേം കർണ ചാഹിയേ. കുടുംബത്തെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? നന്നായിട്ട് സ്നേഹിക്കുക അല്ലെ. നമ്മളുടെ കുടുംബം, നിങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, നിങ്ങൾ, അതുപോലെ തന്നെ എന്താണ് അനുജൻ അനുജത്തിയൊക്കെ ഉൾപ്പെടുന്ന, അമ്മുമ്മ അപ്പൂപ്പനൊക്കെ ഉൾപ്പെടുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിലെ എല്ലാവരെയും നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് സ്നേഹിക്കുക, ബഹുമാനിക്കുക. കേട്ടോ? അപ്പോൾ പരിവാർ എന്നുള്ളതിൻ്റെ നമ്മൾ സെന്റൻസ് ആക്കിയേക്കാണ് പരിവാർ സേ പ്രേം കർണ ചാഹിയേ അല്ലേ. നമ്മളുടെ കുടുംബത്തെ, നമ്മളുടെ വീട്ടിലുള്ള എല്ലാവരെയും, നമ്മളെല്ലാവരും എന്ത് ചെയ്യുക? നന്നായിട്ട് നമ്മുടെ കുടുംബത്തെ നന്നായിട്ട് സ്നേഹിക്കുക. എഴുതിയോ? പരിവാർ സേ പ്രേം കർണ ചാഹിയേ. അടുത്തത് മധുർ ശൈലി അല്ലെ. മധുർ ശൈലി എന്ന് പറഞ്ഞാൽ മധുരമായിട്ടുള്ള ശൈലി, അതായത് നമ്മൾ സംസാരിക്കുന്ന ഭാഷ. നമ്മളെപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുന്നത് വളരെ മധുരമായിട്ടുള്ള ഭാഷയിൽ, അവരെ ഒരിക്കലും വേദനിപ്പിച്ചുകൊണ്ട് പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ ഒന്നും ഒരിക്കലും സംസാരിക്കരുത്. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് എപ്പോഴും നല്ല രീതിയിൽ, അവർക്ക് നല്ല ഇത് തോന്നുന്ന രീതിയിൽ വേണം നമ്മളെപ്പോഴും മറ്റുള്ളവരോട് എന്ത് ചെയ്യാനായിട്ട്? സംസാരിക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ മധുർ ശൈലി എന്നത് കൊണ്ട് നമ്മളൊരു സെന്റൻസ് ആക്കിയേക്കാണ്. ഹമേം ഹമേഷ മധുർ ശൈലി ബോൾന ചാഹിയേ. നമ്മൾ എപ്പോഴും മറ്റുള്ളവരോട് മധുരമായിട്ടുള്ള ശൈലിയിൽ അല്ലെങ്കിൽ മധുരമായിട്ടുള്ള രീതിയിൽ വേണം സംസാരിക്കാൻ. മധുർ ശൈലി. ഹമേം ഹമേഷ മധുർ ശൈലി ബോൾന ചാഹിയേ. നമ്മൾ എപ്പോഴും മറ്റുള്ളവരോട് എന്താണ്? മധുരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നല്ല വാക്കുകൾ ഉപയോഗിച്ച് വേണം നമ്മൾ മറ്റുള്ളവരോട് എപ്പോഴും സംസാരിക്കാൻ. അല്ലാതെ അവർക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും ഒരിക്കലും നമ്മൾ ആരോടും സംസാരിക്കാൻ പാടില്ല. ഓക്കെ. അപ്പോൾ 4 എണ്ണമാണ് അവിടെ നമ്മൾ പറഞ്ഞത് അല്ലേ. ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? സാധാരണ അല്ലെ. സാധാരണ എന്നതുകൊണ്ട് നമ്മൾ ഒരെണ്ണം എന്താണ്? ഒരു വാക്യം അല്ലെ. വാക്യമേ പ്രയോഗ് കീജിയെ. വാക്യത്തിൽ പ്രയോഗിക്കാൻ നമ്മളൊരു വാക്യം അവിടെ ഉണ്ടാക്കി. സാധാരണ വെച്ചിട്ട് ഏക സാധാരണ പരിവാർ മേം ജന്മ ഹുവ. അവനൊരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. രണ്ടാമത്തേത് ജീവൻ അല്ലെ, ജീവിതം. എങ്ങനെയാണ് വാക്യം നമ്മൾ നിർമ്മിച്ചത്? ഖുഷി ജീവൻ കെ കൈ നിയം. സന്തോഷകരമായി നമ്മൾ ജീവിക്കുന്നതിന് കുറേ കാര്യങ്ങൾ നമ്മൾ അതുപോലെ, നിയമങ്ങളൊക്കെ നമ്മൾ അതുപോലെ അനുസരിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തേത് പരിവാർ, കുടുംബം, ഫാമിലി അല്ലെ. പരിവാർ സേ പ്രേം കർണ ചാഹിയേ. നമ്മൾ നമ്മുടെ കുടുംബത്തെ എപ്പോഴും എന്ത് ചെയ്യുക? നല്ല രീതിയിൽ സ്നേഹിക്കുക. നാലാമത്തേത് മധുർ ശൈലി, മധുരമായ സംസാരം, മധുരമായ ശൈലി അല്ലെ. എങ്ങനെയാണ്? ഹമേം ഹമേഷ മധുർ ശൈലി ബോൾന ചാഹിയേ. നമ്മൾ എപ്പോഴും മറ്റുള്ളവരോട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക? സംസാരിക്കാൻ പഠിക്കുക. ഓക്കെ. അടുത്ത നോക്കിക്കേ, ലിങ്ക് ബദലിയെ. ചേഞ്ച് ദ ജെൻഡർ. നോക്കിയേ, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അവിടെ പിത. പിത എന്ന് പറഞ്ഞ എന്താണ്? അച്ഛൻ.
അച്ഛൻ എന്നുള്ളതിന്റെ ലിംഗവചനം എന്താണ്? അമ്മ അല്ലേ? അച്ഛൻ എന്നുള്ളതിന് ലിംഗവചനമാണ് അമ്മ. അപ്പോൾ പിത എന്നുള്ളത് അവിടെ എന്താണ്? മാതാ. എന്താണ്? മാതാ. ഇതവിടെ കാണിക്കുന്നുണ്ട്. പിത എന്നുള്ളതിനെ നമ്മൾ ലിംഗവചനം ചെയ്യുമ്പോൾ എന്താണ്? മാതാ, അമ്മ. രണ്ടാമത്തത് ലേഖക് അല്ലേ? ലേഖകൻ എന്ന് പറഞ്ഞ എന്താണ്? ലേഖനമൊക്കെ എഴുതുന്ന ആളുകൾ അല്ലേ? അപ്പോ അതിനെ നമ്മൾ മാറ്റുമ്പോൾ എന്താണ്? ലേഖിക. അടുത്തത് ഭഗവാൻ അല്ലെ? ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാൻ. ഭഗവാൻ എന്നതിന് നമ്മൾ ലിംഗവചനം എന്താണ്? ഭഗവതി അല്ലെ? നമ്മൾ പറയത്തില്ലേ ഭഗവാനും ഭഗവതിയും ദേവനും ദേവിയും ഉണ്ട് എന്നൊക്കെ പറയില്ലേ? ഇപ്പോ ഭഗവാൻ, ഭഗവതി. ദേവന്മാരും ഉണ്ട്, ദേവിമാരും ഉണ്ട് അല്ലയോ? അപ്പോ ഭഗവാൻ, ഭഗവതി. അടുത്തത് രാജ, രാജാവ്. രാജാവ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. രാജാവിന്റെ ലിംഗവചനം ചെയ്യുമ്പോൾ റാണി അല്ലെ? രാജ, റാണി. രാജ, റാണി. എഴുതിയോ? എളുപ്പമാണല്ലേ അത്? അടുത്തത് വചൻ ബദലേ, ചേഞ്ച് ദി നൗൺ അല്ലെ? അത് പറഞ്ഞിരിക്കുന്നത് ഗർ അല്ലെ? ഗർ എന്ന് പറഞ്ഞതാണ് വീട് അല്ലെ? അപ്പൊ ഗർ എന്നതിനെ മാറ്റി ഘരോ, വീടുകൾ അല്ലെ? വീടെന്ന് പറയുമ്പോൾ ഒന്നാണ് അല്ലെ? വീടുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിലധികം വീടുകൾ അല്ലെ? ഏകവചനം, ബഹുവചനം. വചനം എന്ന് പറഞ്ഞാൽ ഏകവചനം, ബഹുവചനം. അതായത് ഏകവചനം എന്നുള്ളത് ഒന്ന് അല്ലെ? നമ്മൾ ഏതെങ്കിലും ഒന്നിനെ പറയുമ്പോൾ ഏകവചനം, അതിനെ ഒന്നിൽ കൂടുതൽ പറയുമ്പോൾ അതിനെ ബഹുവചനം അല്ലെ? ഇവിടെ ഗർ, ഗർ എന്ന് പറഞ്ഞാൽ അറിയാം വീട്. അപ്പം വീട് എന്നുള്ളതിൻ്റെ ഇത് മാറ്റുമ്പോൾ എങ്ങനെയാണ്? വീടുകൾ അല്ലെ? ഘരോ, വീടുകൾ. അടുത്തത് രണ്ടാമത്തത് ബേട്ട അല്ലെ? ബേട്ട എന്നുള്ളതിന് എങ്ങനെ മാറ്റും? ബേട്ടോം. ബേട്ട എന്ന് പറഞ്ഞാൽ മകൻ അല്ലെ? ബേട്ടോം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൺമക്കൾ അല്ലെ? ആൺകുട്ടി, ആൺകുട്ടികൾ അല്ലെ? മകൻ, ആൺമക്കൾ അല്ലത് ആൺകുട്ടി, ആൺകുട്ടികൾ അങ്ങനെയുള്ള. അപ്പൊ കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകൻ അല്ലെ? ഒരാള്. കിസാനോം എന്ന് പറഞ്ഞാലാണ് കർഷകർ, ഒന്നിൽ കൂടുതൽ പണി ചെയ്യുന്ന കർഷകർ അല്ലെ? അപ്പൊ കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകൻ, ഒരാള് മാത്രം. കിസാനോം എന്ന് പറഞ്ഞാൽ കർഷകർ, ഒന്നിൽ കൂടുതൽ കർഷകന്മാരുള്ളവരാണ് കർഷകർ. അടുത്തത് കവി അല്ലെ? കവി, പോയം ഒക്കെ എഴുതുന്ന കവി അല്ലെ? കവി, കവിയോം അല്ലെ? കവികൾ, ഒന്നിൽ കൂടുതൽ കവികൾ. കവി എന്ന് പറഞ്ഞാൽ ഒരു കവി. കവിയോം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കവികൾ. കവി, കവിയോ. ഗർ, ഘരോ. ബേട്ട, ബേട്ടോ. കിസാൻ, കിസാനോ. കവി, കവിയോ. ഓക്കെ, അപ്പം എല്ലാവരും ഇത് എത്ര എഴുതിയോ? അപ്പോൾ അത് എല്ലാം നമ്മൾ ഫില്ല് ചെയ്തു. നമ്മൾ എക്സസൈസ് ഒക്കെ പറഞ്ഞു. ഒരു ഹോംവർക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ടീച്ചർ, അത് മറക്കാതെ ചെയ്യുക. അപ്പം വളരെ എളുപ്പമുള്ളൊരു പാഠമാണ്. ഞാൻ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫില്ലപ്പ് ആണെങ്കിലും ഒക്കെ നമുക്ക് എഴുതാം. പിന്നെ എന്താണ് ഉൾട്ടേ അർത്ഥം അല്ലേ? ഓപ്പോസിറ്റ് വേർഡ്സും ഒക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാം ടീച്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നോട്ട്ബുക്കിനകത്തോട്ട് ഉത്തരം എഴുതുക. ആൻസർ ഫോളോയിങ് ക്വസ്റ്റ്യൻസും അർത്ഥം പിന്നെ ഉൾട്ടേ അർത്ഥം ഓപ്പോസിറ്റ് വേർഡ്സും ഒക്കെ നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയെടുക്കുക. ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം കോപ്പി റൈറ്റിംഗ് ബുക്കിനകത്തോട്ട് 5 ടൈംസ് വെച്ച് എഴുതി പഠിച്ച് ടീച്ചറിനെ സെൻഡ് ചെയ്ത് തരികയും വേണം കേട്ടോ. കോപ്പി റൈറ്റിംഗ് ബുക്കൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്ത് എഴുതി പഠിച്ചത് ടീച്ചറിന് കാണണേ. ഓക്കെ ഓക്കെ അപ്പോൾ നന്നായിട്ട് വീട്ടിലിരുന്ന് ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം വായിച്ച് നോക്കുക, ഒപ്പം എഴുതി തന്നെ പഠിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കഴിവതും ഒഴിവാക്കുക. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് ടീച്ചർ എടുക്കാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ്സാണ്. നമുക്കറിയാം കമ്പ്യൂട്ടർ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. ഏതായിരുന്നു പാഠം? ഏതായിരുന്നു? കമ്പ്യൂട്ടർ മെമ്മറി ഇല്ലേ? കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നോക്കിയേ, കമ്പ്യൂട്ടർ മെമ്മറി റെഫേഴ്സ് ടു ദ ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഏരിയ ഓഫ് എ കമ്പ്യൂട്ടർ അല്ലേ? അതായത് കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? ഒരു താൽക്കാലിക സംഭരണ മേഖലയാണ് നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്നത്. ഇറ്റ് ഹോൾഡ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലേ? അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് CPU ആവശ്യമായ ഡേറ്റകൾ അല്ലേ? ഡേറ്റയും അതുപോലെ ഇൻസ്ട്രക്ഷനും ഹോൾഡ് ചെയ്ത് വെക്കുക എന്നതാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? മെമ്മറിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അടുത്ത നോക്കി, ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് മെമ്മറി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ്. അതുപോലെ നമ്മൾ മെമ്മറിയുടെ യൂണിറ്റ് മെമ്മറിയുടെ യൂണിറ്റ് നമ്മൾ എങ്ങനെ പറയും? ബിറ്റ്സ് എന്നും ബൈറ്റ്സ് എന്നുമാണ് നമ്മൾ അതിനെ പറയുന്നത് അല്ലേ? എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബിറ്റ്സ് അല്ലെങ്കിൽ ബൈറ്റ്സ് എന്ന ഒരു അളവാണ് നമ്മൾ അതിനെ
എന്തിനാ പറയുന്നത്, കമ്പ്യൂട്ടർ മെമ്മറി നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, ബിറ്റ്സ് അല്ലെങ്കിൽ ബൈറ്റ്സ് എന്നായിരിക്കും. പിന്നെ എന്താണ് ബിറ്റ്സ് എങ്ങനെയാണത്, ബൈറ്റ്സ് എങ്ങനെയാണത് നമ്മൾ തുടർന്ന് നമ്മൾ ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ മെമ്മറി എന്താണെന്ന് മനസ്സിലായോ? അതായത് താൽക്കാലിക സംഭരണ മേഖലയാണ് നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാവശ്യമായ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, CPU. ഇപ്പൊ CPUവിന് ആവശ്യമായ അല്ലേ, CPUവിന് ആവശ്യമായ ഡേറ്റകളും ഇൻസ്ട്രക്ഷനുകളും ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് അതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, മെമ്മറിയുടെ ഡ്യൂട്ടി എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പഠിച്ചത് എന്താണ്, കമ്പ്യൂട്ടർ മെമ്മറി ഹൈറാർക്കിയാണ്. എന്താണ്, കമ്പ്യൂട്ടർ മെമ്മറിയുടെ ഒരു ഹൈറാർക്കിയാണ്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, കമ്പ്യൂട്ടർ മെമ്മറി ഹൈറാർക്കി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു പിരമിഡ് പോലെയാണെന്ന് പഠിച്ചു അല്ലേ. സ്ട്രക്ചർ നമ്മുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടർ മെമ്മറി ഹൈറാർക്കി ഈസ് പിരമിഡ് സ്ട്രക്ചർ ദാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു ഷോ എ മേജർ ഡിഫറൻസ് എമോങ് മെമ്മറി ടൈപ്സ്. ആ പിരമിഡ് പോലെയാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ എന്താണ് കാണിക്കുന്നത്, എന്താണ് അതിന്റെ ഒരു മെമ്മറിയുടെ ഒരു കപ്പാസിറ്റി ചേഞ്ചിങ് ആണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എങ്ങനെ പറയാം, ദ കമ്പ്യൂട്ടർ മെമ്മറി ഹൈറാർക്കി ഈസ് എ പിരമിഡ് structure that is commonly used to show a major difference അല്ലേ. ഇതിന്റെയാണ് ആ മെമ്മറിയുടെ ഒരു മേജർ ഡിഫറൻസ് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മേജർ ഡിഫറൻസ് എമോങ് മെമ്മറി ടൈപ്സ്. The memory units that directly communicate with CPU is called main memory അല്ലേ. അതായത് CPU-യുമായിട്ട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെമ്മറിയെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്, പ്രൈമറി മെമ്മറി എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ എങ്ങനെ പറയാം, ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് ബാക്കപ്പ് സ്റ്റോറേജ് ആർ കാൾഡ് സെക്കൻഡറി മെമ്മറി. ബാക്കപ്പ് സ്റ്റോറേജ് നൽകുന്ന കാൾഡ് സെക്കൻഡറി മെമ്മറി. അതായത് ബാക്കപ്പ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള മെമ്മറിയെ നമ്മൾ എന്ത് പറയും, സെക്കൻഡറി മെമ്മറി എന്ന് നമ്മൾ പറയും. പ്രൈമറി മെമ്മറി എന്നാൽ എന്താണ്, ദ പ്രൈമറി മെമ്മറി അല്ലേ, the memory unit that is directly communicated എന്താണ്, directly communicated with CPU. CPU-യുമായിട്ട് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുള്ള എന്താണ് മെമ്മറിയാണ് നമ്മൾ പറയുന്നത്, പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. സെക്കൻഡറി മെമ്മറി എന്ന് വെച്ചാൽ എന്താണ്, ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് എന്താണ് ബാക്കപ്പ് സ്റ്റോറേജ്. ബാക്കപ്പ് സ്റ്റോറേജ് അതായത് ബാക്കപ്പ് സംവിധാനം നൽകുന്ന മെമ്മറിയാണ് നമ്മൾ പറയുന്നത് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്, മാഗ്നറ്റിക് ടേപ്പ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അതിന്റെ ഒരു സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിൾ ഏതാണ്, മാഗ്നറ്റിക് ടേപ്പ് എന്ന് പഠിച്ചു. ഓക്കെ, പിന്നെ നമ്മൾ ആ ഒരു ഓരോ മെമ്മറിയുടെ പേരുകൾ നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ 2 മെമ്മറികളെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെയാണ്, പറഞ്ഞ എല്ലാവരും, ക്യാഷെ മെമ്മറിയും അതുപോലെ എന്താണ് രജിസ്റ്റർ മെമ്മറി. ഏതൊക്കെ മെമ്മറിയെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്, രജിസ്റ്റർ മെമ്മറി ആൻഡ് ക്യാഷെ മെമ്മറി ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് ദ ഡേറ്റ ടെമ്പററി. ഡേറ്റ ക്യാൻ ബി ആക്സസ്ഡ് വെരി ഫാസ്റ്റ് ഫ്രം ദീസ് രജിസ്റ്റർ. അതായത് താൽക്കാലികമായിട്ടുള്ള ഡേറ്റ ഹോൾഡ് ചെയ്തു വെക്കുന്ന ഒരു സംഭരണ മേഖല അല്ലേ, സംഭരണ മേഖലയാണ്. അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നമുക്ക് ഡേറ്റ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു മെമ്മറിയാണ് എന്ന് പറയുന്നത് രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത്. പിന്നെ എന്താണ് അതിന്റെ പ്രത്യേകത, എന്താണ് വളരെ പെട്ടെന്ന് നമുക്ക് ഡേറ്റകൾ അതിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. താൽക്കാലിക സംഭരണ മേഖല അതായത് ഒരു കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ സംഭരിച്ച് വെക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് നമ്മൾ രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ നമ്മൾ പഠിച്ചത് ക്യാഷെ മെമ്മറി അല്ലേ. ക്യാഷെ മെമ്മറി ഈസ് യൂസ്ഡ് ബൈ ദ CPU for storing the data that being accessed repeatedly by the main memory അല്ലേ. എന്താണ്, instead of accessing data from memory it is stored in the cache for fast access. The cache memory is smaller in size but larger than the register. Cache എന്ന് പറയുന്നത്, cache memory എന്ന് പറയുന്നത് കാശ് ചെറുതാണെങ്കിലും എന്താണ് രജിസ്റ്ററിനേക്കാൾ വളരെ കപ്പാസിറ്റി ഉള്ള മെമ്മറിയാണ് എന്ന് പറയുന്നത് ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ആക്സസ് ചെയ്തെടുക്കാനായിട്ട് ആർക്ക് സാധിക്കുന്നു, ഈ ക്യാഷെ മെമ്മറിക്ക് സാധിക്കുന്നു. ഡേറ്റകൾ കളക്ട് ചെയ്യാനുള്ള ടൈം, അതിന്റെ ടൈം എന്ന് പറയുന്നതാണ് ക്യാഷെ മെമ്മറിക്ക് വളരെ കുറവായിരിക്കും. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിന് ആക്സസ് ചെയ്തെടുക്കാനുള്ള കഴിവ് എന്തിനുണ്ട്, ക്യാഷെ മെമ്മറിക്ക് ഉണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതൊക്കെയാണ് രജിസ്റ്റർ മെമ്മറി എന്താണ്, ക്യാഷെ മെമ്മറി എന്താണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മെയിൻ മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ റാം. റാം എന്ന് വെച്ചാൽ എന്താ ഫുൾ ഫോം എന്ന് പറഞ്ഞേ, റാൻഡം ആക്സസ് മെമ്മറി. റാം എന്ന് വെച്ചാൽ എന്താണ് ഫുൾ ഫോം, എന്താണ് റാമിന്റെ ഫുൾ ഫോം പറഞ്ഞേ, റാം. എന്താണ് അതിന്റെ ഫുൾ ഫോം, റാൻഡം ആക്സസ് മെമ്മറി. റാമിന്റെ ഫുൾ ഫോം എന്താണ്, റാൻഡം
ആക്സസ് മെമ്മറി. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന മെമ്മറി ഏതാണ്? മെയിൻ മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറി. റാൻഡത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റാൻഡം എന്ന് വെച്ചാൽ എന്താണ്? പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ എന്താണ് മെയിൻ മെമ്മറി അല്ലെങ്കിൽ റാം ഇതിനെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കി, റാം ഈസ് എ ഹാർഡ്വെയർ കമ്പോണന്റ് അല്ലേ? റാം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹാർഡ്വെയർ കമ്പോണന്റ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാർഡ്വെയർ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഹാർഡ്വെയർ എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയുന്ന കമ്പോണന്റാണ് നമ്മൾ പറയുന്നത് ഹാർഡ്വെയർ കമ്പോണന്റ് എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് കമ്പ്യൂട്ടറിൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുക്കൾ അല്ലേ? നമുക്ക് അല്ലെങ്കിൽ തൊട്ട് നോക്കാൻ കഴിയുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പം അതുപോലെ ഒരു ഹാർഡ്വെയർ ആണ് ഇതെന്ന് പറയുന്നത് റാം എന്ന് പറയുന്നത്. അപ്പോൾ റാം ഈസ് എ ഹാർഡ്വെയർ കമ്പോണന്റ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഡേറ്റ സ്റ്റോറേജ് ദാറ്റ് ക്യാൻ ബി ആക്സസ്ഡ് എന്താണ് റാൻഡംലി അറ്റ് എനി ടൈം അല്ലേ? എന്താണ് ഏത് സമയത്തും അല്ലേ? എന്താണ് ഏത് സമയത്തും എന്താണ് അതിൻ്റെ ഒരു കമ്പ്യൂട്ടറിന്റെ കപ്പാസിറ്റി അനുസരിച്ച് റാം അനുസരിച്ചായിരിക്കും അതിനകത്ത് എന്ത് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിന്റെ റാമിന്റെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനകത്ത് കമ്പ്യൂട്ടറിന്റെ ആപ്ലിക്കേഷൻ അതിനകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഫോൺ പറയുമ്പോൾ അത് ഇത്ര 2GB എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്താണ് 2GB ഒക്കെ വലുതാണ് 4GB എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് അപ്പോൾ അതിൻ്റെ ഒരു കപ്പാസിറ്റിയാണ് ഒരു മൊബൈലിന്റെ കപ്പാസിറ്റിയാണ് അവിടെ നമ്മൾ കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് റാം എന്ന് പറയുന്നത് ആ കമ്പ്യൂട്ടറിന്റെ കപ്പാസിറ്റിയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത് റാം എന്നാണ് പറയുന്നത്. അപ്പോൾ റാമിന്റെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ മെയിനായിട്ട് എന്ത് പറയാം നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഈ റാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ റാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? കമ്പ്യൂട്ടറിന് പല പല ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ? നമ്മുടെ മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇല്ലേ? അതുപോലെ കമ്പ്യൂട്ടറിന് എന്തുണ്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? നമ്മൾ റാമിലാണ് എന്ത് സ്റ്റോർ ചെയ്യുന്നത് ഈ ആപ്ലിക്കേഷൻസ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ റാമിന്റെ കപ്പാസിറ്റി അനുസരിച്ച് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഈ ആപ്ലിക്കേഷൻ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് അതിൻ്റെ മെമ്മറി അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. It is a form of data storage that can be accessed randomly at any time in any order and any physical location allowing to access run applications. അല്ലേ? എന്താണ് ഏത് സാഹചര്യത്തിലും ഏത് ഫിസിക്കൽ കമ്പോണന്റ് അല്ലേ ഏത് ഫിസിക്കൽ ലൊക്കേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും റാമിന് സാധിക്കും. ഇപ്പോൾ ഏത് ഫിസിക്കൽ ലൊക്കേഷനിലാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ആപ്ലിക്കേഷൻ നമുക്ക് കമ്പ്യൂട്ടറിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം എങ്ങനെ പറയാം ഏത് സമയത്തും അല്ലെങ്കിൽ എന്താണ് ഏത് സമയത്തും ഡേറ്റ എടുക്കാനായിട്ട് നമുക്ക് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അല്ലേ? വളരെ പെട്ടെന്ന് തന്നെ ഏത് സമയത്തും എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ് ഏത് സമയത്തും പിന്നെ എന്താണ് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ആപ്ലിക്കേഷൻസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. റാമിന്റെ സൈസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്താണ് അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും വലുതായിരിക്കും അല്ലേ? അപ്പോൾ റാമിന്റെ കപ്പാസിറ്റി കുറവാണെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ആപ്ലിക്കേഷൻ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ റാമിന്റെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും നമുക്കതിന്റെ കമ്പ്യൂട്ടറിന്റെ കപ്പാസിറ്റി നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ എന്താണ് റാം എന്ന് മനസ്സിലായല്ലോ? റാം ക്യാൻ ബി ഇൻക്രീസ്ഡ് ഇഫ് ദ സിസ്റ്റം ക്യാൻ ബി ഹാൻഡിൽ അല്ലേ? എന്താണ് ആ റാമിന്റെ സൈസ് അനുസരിച്ച് അല്ലേ? റാമിന്റെ സൈസ് അനുസരിച്ചായിരിക്കും അതിനകത്ത് നമുക്ക് സിസ്റ്റം എന്ത് ചെയ്യാൻ പറ്റും ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ റാമിന്റെ കപ്പാസിറ്റി കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രമേ അതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേസമയം റാം എന്ന് പറയുന്നത് വലുതിൻ്റെ കപ്പാസിറ്റി വലുതാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ റാമിന്റെ കപ്പാസിറ്റി കുറവാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഹാങ് ആകും ഇല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് എന്താ പറയുക സ്ലോ ആയിട്ട് മാറും. മെയിൻ മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ റാം എന്ന് നമുക്ക് മനസ്സിലായോ? റാം ഈസ് എ ഹാർഡ്വെയർ കമ്പോണന്റ്. ഇറ്റ് ഈസ് ഫോം ഓഫ് ഡേറ്റ സ്റ്റോറേജ് ദാറ്റ് ക്യാൻ ബി ആക്സസ്ഡ് randomly at any time in any order and the form of in physical location allowing quick access to run application. The size of RAM can be increased if the system can be handle it. Okay, അപ്പോൾ അതെന്താണ് മനസ്സിലായല്ലോ? അതായത് നമ്മൾ ഈ ഡേറ്റാസ് എല്ലാം
എന്താണ് ആപ്ലിക്കേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ റാം യൂസ് ചെയ്യുന്നത്. റാമിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചായിരിക്കും ഒരു കമ്പ്യൂട്ടറിന്റെ കപ്പാസിറ്റി നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ റാമിന്റെ കപ്പാസിറ്റി പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ സ്റ്റോറേജും വലുതായിരിക്കും. മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഹാർഡ് ഡിസ്ക് എന്താണെന്നാണ്. എന്താണ് ഹാർഡ് ഡിസ്ക് എന്താണെന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ പറയാം, ഹാർഡ് ഡിസ്ക് ഓർ മാഗ്നറ്റിക് ഡിസ്ക്. ഹാർഡ് ഡിസ്കിന് നമുക്ക് എങ്ങനെ പറയാം, ഹാർഡ് ഡിസ്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ആക്സിലറി മെമ്മറി എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് മാഗ്നറ്റിക് മെമ്മറി എന്ന് നമുക്ക് പറയാം. ഹാർഡ് ഡിസ്കിന് നമുക്ക് എങ്ങനെ പറയാം, ആക്സിലറി മെമ്മറി അല്ലെങ്കിൽ എന്താ പറയാം, മാഗ്നറ്റിക് ടേപ്പ് എന്ന് നമുക്ക് മാഗ്നറ്റിക് ഡിസ്ക് എന്ന് നമുക്ക് പറയാം. ഒരു ഡിസ്ക് ആണ് കേട്ടോ. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് എന്താണ്, ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ ആക്സിലറി മെമ്മറി എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് മാഗ്നറ്റിക് ഡിസ്ക് എന്ന് നമുക്ക് പറയാം. ഹാർഡ് ഡിസ്ക് ഓർ മാഗ്നറ്റിക് ഡിസ്ക് ഈസ് എ ഹാർഡ്വെയർ കമ്പോണന്റ് ഇൻ എ കമ്പ്യൂട്ടർ അല്ലേ. കമ്പ്യൂട്ടറിലെ ഒരു ഹാർഡ്വെയർ കമ്പോണന്റ് ആണ് എന്ന് പറയുന്നത്. നമ്മുടെ റാമിനെ പോലെ തന്നെ ഒരു ഹാർഡ്വെയർ ആണ് എന്ന് പറയുന്നത് ഈ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ആക്സിലറി മെമ്മറി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഹാർഡ് ഡിസ്ക് ഓർ മാഗ്നറ്റിക് ഡിസ്ക് ഈസ് എ ഹാർഡ്വെയർ കമ്പോണന്റ് ഇൻ എ കമ്പ്യൂട്ടർ. ഡേറ്റ ആർ കെപ്റ്റ് പെർമനന്റ്ലി ഇൻ ദിസ് മെമ്മറി അല്ലേ. എന്താണ് ഡേറ്റ നമുക്ക് എവിടെ സൂക്ഷിക്കാനായിട്ട്, ഡേറ്റകൾ പെർമനന്റ് ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കാനായിട്ട് എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, ഹാർഡ് ഡിസ്കിലായിരിക്കും നമ്മളത് സ്റ്റോർ ചെയ്ത്. അപ്പോൾ ഹാർഡ് ഡിസ്കിൽ നിന്നായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. നമ്മുടെ ഫോട്ടോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പുറത്തുനിന്നുള്ള മറ്റു ഡേറ്റാസും കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഹാർഡ് ഡിസ്കിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിൽ നിന്നായിരിക്കും നമ്മൾ മറ്റേ CD അല്ലെങ്കിൽ എന്താണ് പെൻഡ്രൈവിലേക്കൊക്കെ നമ്മൾ എടുക്കുന്നത്. എന്തിലായിരിക്കും, ഹാർഡ് ഡിസ്കിൽ നിന്ന് മാത്രമേ നമുക്ക് അത് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡേറ്റ ആർ കെപ്റ്റ് പെർമനന്റ്ലി ഇൻ ദിസ് മെമ്മറി അല്ലേ. ഡേറ്റ സ്ഥിരമായിട്ട് പെർമനന്റ് ആയിട്ട് സൂക്ഷിക്കാൻ കഴിയുന്ന മെമ്മറിയാണെന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. കമ്പയർഡ് ടു റാം, ഹാർഡ് ഡിസ്ക് ഈസ് ചീപ്പർ അല്ലേ. ചീപ്പർ എന്താണ്, കമ്പയർഡ് ടു റാം ഹാർഡ് ഡിസ്ക് ഈസ് ചീപ്പർ അല്ലേ. നമ്മൾ റാമുമായിട്ട് ഹാർഡ് ഡിസ്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹാർഡ് ഡിസ്കിന്റെ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ റാമിനേക്കാൾ തുച്ഛമാണ് അല്ലേ. വില എന്ന് പറയുന്നത് തുച്ഛമാണ്. ഇതിനേക്കാൾ റാമിനേക്കാൾ വില എന്തിന് കുറവായിരിക്കും, ഇത് ഹാർഡ് ഡിസ്കിന് കുറവായിരിക്കും. ഹാർഡ് ഡിസ്കിനേക്കാൾ എന്താണ് റേറ്റ് കൂടുതൽ എന്തിനായിരിക്കും, റാമിനായിരിക്കും അല്ലേ. റാം മെമ്മറിക്കായിരിക്കും വില കൂടുതൽ കേട്ടോ. അപ്പൊ എന്താണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹാർഡ്വെയർ കമ്പോണന്റ് ആണ് അല്ലേ. ഹാർഡ്വെയർ എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് തൊട്ടു നോക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടർ പുറത്തുള്ള ഉപകരണങ്ങളെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഒരു ഹാർഡ്വെയർ ആണെന്ന് പറയുന്നത് ഈ എന്താണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഈ ഹാർഡ് ഡിസ്കിനെ നമുക്ക് എന്താണ്, ഡേറ്റ ആർ കെപ്റ്റ് പെർമനന്റ്ലി ഇൻ ദിസ് മെമ്മറി. അതിന്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ ഡേറ്റകൾ പെർമനന്റ് ആയിട്ട് നമുക്ക് എക്സാമ്പിൾ ഫോട്ടോസ് ഒക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത് എവിടെയായിരിക്കും, ഹാർഡ് ഡിസ്കിലായിരിക്കും സേവ് ചെയ്യുന്നത്. അതിൽ നിന്നായിരിക്കും നമ്മൾ പെൻഡ്രൈവിലോട്ടൊക്കെ എന്ത് ചെയ്യുന്നത്, ഫോട്ടോസ് ഒക്കെ നമ്മൾ എടുക്കുന്നത് അല്ലേ. നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത് പെൻഡ്രൈവ് വഴിയൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കണം. എന്തായിരിക്കും, നമ്മൾ എവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം, ഫോട്ടോസ് ഒക്കെ നമ്മൾ എവിടെയാണ്, ഹാർഡ് ഡിസ്കിലാണ് നമ്മളത് സൂക്ഷിക്കുന്നത്. അപ്പൊ അതായത് ആപ്ലിക്കേഷൻ അല്ലാത്ത അല്ലേ, ആപ്ലിക്കേഷൻസ് നമ്മൾ എവിടെയായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് റാമിലായിരിക്കും അല്ലേ. അപ്പൊ ആപ്ലിക്കേഷൻ അല്ലാത്ത ഡേറ്റകൾ എക്സാമ്പിൾ ഏതാണ്, ഫോട്ടോസ് അല്ലേ. ആപ്ലിക്കേഷൻ അല്ലാത്ത ഡേറ്റകൾ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണെന്ന് പറയുന്നത് ഈ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പം ആപ്ലിക്കേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്, റാമിലാണ് അല്ലേ. ആപ്ലിക്കേഷൻ വെച്ചാൽ മൈക്രോസോഫ്റ്റ് ആപ്ലിക്കേഷൻ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് മൊബൈലാണെങ്കിൽ വാട്സാപ്പ്, ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്ന പോലെ എന്നാൽ കമ്പ്യൂട്ടറിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഈ ആപ്ലിക്കേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്, റാമിലാണ്. അപ്പൊ ആപ്ലിക്കേഷൻ അല്ലാതെയുള്ള എന്താണ് മറ്റു ഡേറ്റകൾ കളക്ട് ചെയ്ത് വെക്കുന്ന എവിടെയായിരിക്കും, നമ്മൾ ഹാർഡ് ഡിസ്കിലായിരിക്കും. എക്സാമ്പിൾ ഫോട്ടോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എവിടെയാണ്, ഈ ഹാർഡ് ഡിസ്കിലാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മാഗ്നറ്റിക് ടേപ്പ്. എന്താണ്, മാഗ്നറ്റിക് ടേപ്പ് നമ്മൾ പറയത്തില്ലേ, അതുപോലെയുള്ള ഒരു സംഭവമാണ് ഈ മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത്. ഈ മാഗ്നറ്റിക് ടേപ്പ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ലാർജ് ഡേറ്റ ദാറ്റ് ആർ യൂസ്ഡ് ലെസ് ഫ്രീക്വന്റ്ലി അല്ലേ. എന്താണ്
വളരെ കൂടുതൽ ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. പണ്ടൊക്കെ എന്താണ് ഫിലിമുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫിലിമ ഫീൽഡിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ഈ മാഗ്നറ്റിക് ടേപ്പ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. സാധാരണ കമ്പ്യൂട്ടർ നമ്മൾ യൂസ് ചെയ്യാറില്ലെങ്കിൽ നമ്മൾ എന്താണ് സിനിമ അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ നമ്മൾ ഈ മാഗ്നറ്റിക് ടേപ്പ് യൂസ് ചെയ്യാറുണ്ട്. The time to access memory is slower in magnetic tape and it is usually takes a few minutes to access to tape. അല്ലേ, എന്താണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എന്താണ് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ആക്സസ് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ഈ മാഗ്നറ്റിക് ടേപ്പ് യൂസ് ചെയ്യുക. അതായത് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന എന്താണ് കാസറ്റ് പോലെയുള്ള ഫിലിമൊക്കെ ഉള്ള ഒരു കാസറ്റ് പോലെയുള്ള ഒരു ടേപ്പിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത്. കൂടുതലായിട്ട് അങ്ങനെ കമ്പ്യൂട്ടറിൽ കാണാറില്ല. എന്നാലും നമ്മൾ എന്താണ് സിനിമ അങ്ങനെ പോലുള്ള ഫീൽഡുകളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ മാഗ്നറ്റിക് ടേപ്പ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്, മാഗ്നറ്റിക് ടേപ്പ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ലാർജ് ഡേറ്റ ദാറ്റ് ആർ യൂസ്ഡ് ലെസ് ഫ്രീക്വൻ്റ്ലി. അടുത്ത the time to access memory is slower in magnetic tape and it is usually takes a few minutes to access a tape. എന്താണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിലേക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അല്ലെങ്കിൽ പ്രവർത്തിക്കാനായിട്ട് അതിൻ്റെ ഡേറ്റകൾ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് സാധിക്കുന്നു, ഈ മാഗ്നറ്റിക് ടേപ്പ് കൊണ്ട് നമുക്ക് സഹായിക്കുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതിനെ കുറിച്ചാണ് കമ്പ്യൂട്ടർ മെമ്മറി അല്ലേ. കമ്പ്യൂട്ടർ മെമ്മറിയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഏതൊക്കെയാണ്, രജിസ്റ്റർ മെമ്മറി, ക്യാഷെ മെമ്മറി, മെയിൻ മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ എന്താണ് റാൻഡം അല്ലേ, റാൻഡം ആക്സസ് മെമ്മറി. പിന്നെ എന്താണ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിന് വേറെ പേര് പറയുന്നതാണ് ആക്സിലറി മെമ്മറി അല്ലെങ്കിൽ എന്താണ് മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പഠിച്ചു. പിന്നെ എന്താണ് മാഗ്നറ്റിക് ടേപ്പ്. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ടേപ്പ്. അപ്പോൾ ഇത്രയും മെമ്മറിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണ് റാം അല്ലേ. റാം എന്ന് വെച്ചാൽ എന്താണ് ആപ്ലിക്കേഷൻ, നമ്മൾ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷന് ആവശ്യമായ ആപ്ലിക്കേഷനുകൾ സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ എന്താണ് ആപ്ലിക്കേഷൻ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ റാം യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്, ആപ്ലിക്കേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റാം യൂസ് ചെയ്യുന്നത്. ഒരു കമ്പ്യൂട്ടറിൻ്റെ റാമിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും അതിനകത്ത് നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പം അതുപോലെ നമ്മൾ പിന്നെ പഠിച്ചു എന്താണ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് എന്ന് വെച്ചാൽ എന്താണ്, ആപ്ലിക്കേഷൻസ് അല്ല, അപ്പോൾ അവരെന്താണ് ഡേറ്റാസ് പുറത്തുനിന്നുള്ള ഡേറ്റകൾ കളക്ട് ചെയ്യാൻ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെമ്മറിയാണ് നമ്മൾ പറയുന്നത് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചതാണ് മാഗ്നറ്റിക് ടേപ്പ്. മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എന്താണ് നമുക്ക് ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ എന്താണ് ഡേറ്റകൾ, ആപ്ലിക്കേഷൻസ് അല്ല ഡേറ്റകളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് അല്ലെ ഒരുപാട് എന്താണ് കൂടുതൽ ലോങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പഠിച്ചതാണ് മാഗ്നറ്റിക് ടേപ്പ്. മാഗ്നറ്റിക് ടേപ്പ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് large data that are used less frequently. The time to access memory is lower in magnetic tape and it actually takes a few minutes to access tape. അല്ലേ, എന്താണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഏതിനകത്താണ്, ഈ മാഗ്നറ്റിക് ടേപ്പിലാണ്. മാഗ്നറ്റിക് ടേപ്പ് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മറ്റെന്താണ് സിനിമ ഫീൽഡ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലും മാഗ്നറ്റിക് ടേപ്പ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ എന്താണ് നമ്മളിപ്പം പാട്ടൊക്കെ കേൾക്കാൻ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കാസറ്റ് പോലുള്ള സംഭവമാണ് എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവില്ല എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് റീഡ് ചെയ്യുക. എവിടെ വരെയാണ്, മാഗ്നറ്റിക് ടേപ്പ് വരെ കേട്ടോ. മാഗ്നറ്റിക് ടേപ്പ് വരെ നന്നായിട്ട് എല്ലാവരും റീഡ് ചെയ്ത് സൈൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.